ബിസിനസ്സിൽ ഒരു സ്ഥലത്ത് ഒരു ചായക്കട ഇട്ടു എന്ന് വിചാരിച്ചിട്ട് സെയിം കോൺസെപ്റ്റ് നമുക്ക് വേറൊരു സ്ഥലത്ത് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ എന്തൊരു ബിസിനസ് ആണെങ്കിലും മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എവിടെ ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി എവിടെയാണ്, എന്താണ് വർക്ക് ആവുക. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു വേട്ടക്കാരനാണ്. ഞെട്ടിയില്ലേ? ഞങ്ങളും ഞെട്ടി. ഫുഡ് ഹണ്ടർ സാബു. അപ്പോൾ ഒരു ഫസ്റ്റ് ബിഗ് ബ്രേക്ക്, ഇതൊരു സോളിഡ് ബിസിനസ് ആണെന്ന് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? അതായത് കോവിഡ് ടൈമിൽ തന്നെയാണ് നെസ്ലെ എന്നെ അപ്രോച്ച് ചെയ്തു. അപ്പൊ നെസ്ലെ എന്ന് പറയുന്നത് FMCG ബ്രാൻഡിലെ വേൾഡിന് ടോപ്പ് 3-ലുള്ളതാണ്. 1 or 2 ആണ് നെസ്ലെ ഉള്ളത്. യൂണിലിവർ ആണോ നെസ്ലെ ആണോ ഫസ്റ്റ് എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നെസ്ലെ വരെ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു ഡയമെൻഷൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ചായയില് സക്സസ്ഫുൾ ആയ ഒരു മോഡലല്ലേ ഈ ഫില്ലി കഫേ? തീർച്ചയായും. ഫില്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നതാണ്. കാരണം ഹാഫിക്കായിട്ട് നേരിട്ട് പരിചയമുണ്ട്. അപ്പോൾ അവരുടെ ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ് ഫസ്റ്റ് തന്നെ ഫില്ലി എന്നുള്ളത് ആക്ച്വലി മൂപ്പയുടെ പേരാണ്. ക്ലൗഡ് കിച്ചൺസിന്റെ കോൺസെപ്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നത്? ഞാൻ പറയുന്നൊരു മാർക്കറ്റ് സ്റ്റഡിക്ക് ബെസ്റ്റാണ്. അതായത് നിങ്ങളൊരു സ്ഥലത്ത് പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് ക്ലൗഡ് കിച്ചൺ. എന്താണ് ഫുഡ് ട്രക്ക് ബിസിനസ്സിനെ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് നിങ്ങളൊരു പോസ്റ്റിൻ്റെ ഇടയിൽ വരെ ഞാൻ ഫുഡ് ട്രക്ക് ബിസിനസ്സിനെതിരെ കമൻറ്റ് ഇട്ടു. അതും ഈ പറഞ്ഞിരുന്നു വയബിൾ അല്ല. അതിനുള്ള കാര്യം ഒരു മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റിൻ്റെ ഒരു ചോദ്യം അങ്ങോട്ട്, എന്തിനാണ് നമ്മൾ ഫുഡ് ട്രക്കിൽ തുടങ്ങുന്നത്? വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഒരു വേട്ടക്കാരനാണ്. ഞെട്ടിയില്ലേ? ഞങ്ങളും ഞെട്ടി. ഫുഡ് ഹണ്ടർ സാബു. എങ്ങനെ നമുക്ക് ഈ കാലഘട്ടത്തിൽ 2025 ഒരു ഫുഡ് ബിസിനസ് തുടങ്ങാം എന്നുള്ളതാണ് ഞങ്ങൾ അൺകവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. കിട്ടുമോന്നറിയില്ല. സാബു അവിടെ ചിരിച്ചിരിക്കുന്നുണ്ട്. നോക്കുക എന്താ നമുക്ക് പഠിക്കാൻ പറ്റുകയെന്നുള്ളത്. സാബു, വെൽക്കം ടു ഇകോം ഷോ. താങ്ക് യു. അല്ല, എനിക്ക് ആദ്യം പറയാനുള്ളത് എങ്ങനെ തുടങ്ങാന്നുള്ളതും ഭയങ്കര ആധികാരികമായിട്ട് പറയുന്നത്. കാരണം ഒന്നാമത്തെ നേരം അത്ര ആധികാരികമായിട്ട് സംസാരിക്കാനുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്കായിട്ടില്ല. ഐ എം ജസ്റ്റ് 35. നമ്മളെക്കാൾ ഇതിന് എക്സ്പീരിയൻസ് ഉള്ള ആളുകളോടെ കൺസൾട്ടൻ്റ് ആയിട്ടും അല്ലാണ്ടും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചിന്തകൾ, ഇപ്പം നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒരു പക്ഷേ തെറ്റായിരിക്കാം. ഇതിന് ഒരുപാട് എതിരഭിപ്രായം ഉണ്ടാവും, അംഗീകരിക്കുന്ന ആളുകളുണ്ടാവും. അപ്പൊ എന്റെ തോട്ട്സ് ഷെയർ ചെയ്യാന്നുള്ളതാണ്. അല്ലാണ്ട് ഒരിക്കലും എങ്ങനെ തുടങ്ങുക എന്നുള്ളത് പറഞ്ഞ് എന്നെ പെടുത്തരുത്. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും തുടങ്ങിയിട്ട് സക്സസ് ആയില്ലെങ്കിൽ നമ്മൾ പെടും. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് 100% ആര് പറയുന്നത് ശരിയല്ല. അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം വി ആർ റോങ്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമുക്ക് അതുവരെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അല്ല, 100% ആര് പറയുന്നത് ശരിയല്ല എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി നമ്മൾ പറയുന്ന എല്ലാ സാധനങ്ങളും എല്ലായിടത്തും വർക്ക് ആവില്ല. കാരണം ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ചായക്കട ഇട്ടു എന്ന് വിചാരിച്ചിട്ട് സെയിം കോൺസെപ്റ്റ് നമുക്ക് വേറൊരു സ്ഥലത്ത് വർക്ക് ആവണമെന്നില്ല. അപ്പോൾ എന്തൊരു ബിസിനസ് ആണെങ്കിലും മാർക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എവിടെ ഇടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമ്മൾ അതിൻ്റെ ഒരു ഫീസിബിലിറ്റി എവിടെയാണ്, എന്താണ് വർക്ക് ആവുക. ആക്ച്വലി ഇറ്റ്സ് പാർട്ട് ഓഫ് എ റെസ്റ്റോറൻറ്റ് ബിസിനസ്. നമ്മളൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ചിന്തിക്കേണ്ട കാര്യം അതാണ്. ഞാൻ പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ട കാര്യം, നമ്മൾ ആരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ റെസ്റ്റോറൻറ്റ്, ഏത് ടൈപ്പ് ക്രൗഡിനെയാണ്. നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമ്മളിപ്പോൾ എന്ത് ബിസിനസ്സിലും നമ്മളിപ്പോൾ ഒരു പ്രീമിയം, ഐ മീൻ നമ്മളൊരിങ്ങനെ ആളുകളെ ക്ലാസിഫൈ ചെയ്യല്ല. അത് ലോവർ ക്ലാസ്സോ മിഡിൽ ക്ലാസ്സോ അപ്പർ ക്ലാസ്സോ ക്ലാസിഫൈ ചെയ്യല്ല. പക്ഷെ ഒരാളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ചാണ് അവർ കയറുന്ന റെസ്റ്റോറൻറ്റും. മീൻസ് ആളുകൾ അതായത് ചെറിയ കടകളിലും എല്ലാവരും പോകുന്നുണ്ട്. അതിലുപരി ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ തുടങ്ങുമ്പോൾ അതൊരു പക്ഷേ ഒരു സാധാരണ ഒരാൾക്ക് എപ്പോഴും പോയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല, അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റ് ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത്, ഏത് ക്രൗഡാണ്, എത്ര സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ള ക്രൗഡാണ് എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത്. അതിനനുസരിച്ചാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അതായത് ഇപ്പം നമ്മൾ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് സ്പെൻഡ് ചെയ്യുന്ന ഒരു ക്രൗഡിനെയാണ്, അതൊരു അപ്പർ മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് ആണെങ്കിലും അവർക്ക് നടക്ക് വരാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തതിന് ശേഷമാണ് ഈവൻ നമ്മൾ എന്ത് ഇന്റീരിയർ പോലും നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. കാരണം എത്രത്തോളം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നൊരു ചെയറിലും അവിടുത്തെ ഇൻറ്റീരിയേഴ്സിലും അവിടുത്തെ ഡെക്കറേറ്റ് ചെയ്യുന്ന ലൈറ്റിലും കാര്യങ്ങളൊക്കെ അത് തുടങ്ങി അവിടുത്തെ എന്ത് മെനു വേണം,
നമ്മൾ ആരെയൊക്കെയാണ് ഹയർ ചെയ്യേണ്ടത്, ഏത് കാറ്റഗറി ഷെഫാണ്, ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആരെയാണ്, കസ്റ്റമർ, ഹൂ ഈസ് അവർ കസ്റ്റമർ. കാരണം നമ്മളിപ്പോ ഇപ്പൊ ഒരു ഹൈവേ ആണ്, ഇപ്പൊ സാമ്പത്തികം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലാണ്ട് ഇപ്പൊ ഒരു ഹൈവേ ആണ്, ഒരു ഹൈവേ സൈഡിൽ നമ്മളൊരു റെസ്റ്റോറൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എപ്പോഴും നോക്കേണ്ടത്, കാരണം അവിടെ പല ടൈപ്പ് ആളുകൾ വരും. അപ്പൊ അവർക്ക് ടേസ്റ്റുകൾ പലതായിരിക്കാം. കാരണം ഇപ്പോൾ ഒരു ഫാമിലി കയറുന്ന സമയത്ത് അതിൽ കുട്ടികളുണ്ടാവാം, പ്രായമായവരുണ്ടാവാം. അപ്പൊ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു മെനു. കാരണം ട്രാവലേഴ്സ് എന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ടായിരിക്കും ട്രാവൽ ചെയ്യുന്നത്. അപ്പൊ എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്ന അപ്പൊ അവിടെ നമുക്ക് മേ ബി ചോറ് വേണ്ടി വരും, ബിരിയാണി വേണ്ടി വരും, ഇതേപോലെ തന്നെ കുട്ടികൾക്ക് പറ്റുന്ന പോലത്തെ ഇപ്പൊ മേ ബി ബർഗേഴ്സ് വേണ്ടി വരും. ഇങ്ങനത്തെ ഒരു സംഭവങ്ങളാവുന്ന സമയത്ത് എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം. അതുപോലെ തന്നെ പ്രൈസ് പോയിന്റ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും എന്നാൽ ഭയങ്കര താഴ്ത്തി ചെയ്യേണ്ട കാര്യമല്ല. കാരണം ട്രാവൽ ചെയ്യുന്നവർ മേ ബി നമ്മുടെ റെഗുലർ കസ്റ്റമർ ആവണം എന്നുള്ളതില്ല. അപ്പൊ നമുക്ക് ഭയങ്കര താഴ്ത്തിയിട്ട് ഒരു മാർക്കറ്റിൽ ബിസിനസ് പിടിക്കുക എന്നുള്ളൊരു റോങ് സ്ട്രാറ്റജിയും അവിടെ ഫോളോ ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള മെനു നമുക്ക് ഇവർക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന മെനു കൊടുക്കാം. എപ്പോഴും നമ്മൾ അതാ ചിന്തിക്കേണ്ടത്. അപ്പൊ ഒരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് കൊണ്ടുപോയിട്ട് നമ്മളൊരു ഹൈവേ സൈഡിൽ ഇടേണ്ട കാര്യമില്ല. സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഇന്നൊരു മെനു ഉദ്ദേശിച്ചിട്ടാണ് ആളുകൾ വരുന്നത്. അപ്പം അത് തേടി വരുന്നവരാണ്. അപ്പോൾ തേടി വരുന്നവർ മേ ബി ഈവൻ ഒരു പ്രൈം ലൊക്കേഷനിൽ അല്ല എങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യും, അങ്ങനത്തെ സ്ഥലത്ത് കയറി ഇപ്പോൾ മോളിൻ്റെ അകത്തുകളായിരിക്കും സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് ഉണ്ടാവുക. അപ്പം അങ്ങനത്തെ സ്ഥലങ്ങൾ ആളുകൾ തേടി പിടിച്ച് വരുന്നതാണ്. അപ്പം നമ്മൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മൾ എന്ത് ടൈപ്പ് റെസ്റ്റോറൻ്റ് ആണ്, നമ്മൾ ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള സെർവ് ചെയ്യുന്നതെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഫസ്റ്റ് നമ്മൾ ബിസിനസ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഒരു ഓൺലൈൻ സ്റ്റോർ തുടങ്ങണോ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു ഓൺലൈൻ സ്റ്റോർ ഉണ്ട്, അതിന് എന്ത് ചെയ്യണം എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? SEO ആണോ, പെയ്ഡ് ആഡ്സ് ആണോ, കോണ്ടന്റ് ആണോ, ഇനി ടെക്നിക്കൽ സ്ട്രാറ്റജി ആണോ? ഇതിലൊക്കെ ഞങ്ങളെ ടീമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആളുകളിലേക്ക് ഞങ്ങൾ കണക്ട് ചെയ്ത് തരുന്നതാണ്. നൗ ബാക്ക് ടു ദ എപ്പിസോഡ്. പക്ഷെ എനിക്ക് പറയേണ്ടത്, നിങ്ങളെങ്ങനെ ഈ ഒരു ഫുഡ് എന്തൂസിയാസ്റ്റ് എന്ന് പറയാം, നിങ്ങളൊരു കോളേജ് കാലഘട്ടം തൊട്ടുള്ള ഒരു ജേണി കേൾക്കട്ടെ, എങ്ങനെയാണ് ഇതിനകത്തേക്ക് എത്തിപ്പെട്ടതെന്ന്. അല്ല, ഞാനേ എന്റെ കോളേജ് ചൂസ് ചെയ്തത് വരെ എറണാകുളത്ത് പഠിക്കണം എന്ന് ആഗ്രഹം തോന്നുന്നു. അവിടുത്തെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ്. നിങ്ങൾ മണ്ണാർക്കാടാണ് വീട്? ആ, വീടാ. എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടിയത് പാലക്കാടാണ് കിട്ടിയത്. ഫസ്റ്റ് അലോട്ട്മെന്റിൽ നാട്ടിൽ നിൽക്കുക. കാരണം പാലക്കാട് എന്നിട്ട് പാലക്കാട് സ്വന്തം നാട്ടിൽ തന്നെ കുറ്റം പറയാണ്. നമ്മളെ നാട്ടുകാരാണ് കുറ്റം പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അപ്പൊ പാലക്കാട് അത്ര ഫുഡ് ഓപ്ഷൻ ഇല്ല. അപ്പൊ എനിക്കാണെങ്കിൽ കുറെ എക്സ്പ്ലോർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ ഞാൻ എറണാകുളം ചൂസ് ചെയ്യുന്ന തന്നെ ഭക്ഷണത്തിനല്ല അതെ, ഭക്ഷണം കഴിക്കാന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിലാണ്. അപ്പൊ ഫസ്റ്റ് നമ്മള് ഒരു ഫസ്റ്റ് ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ നമ്മളൊരു ഫസ്റ്റ് വീക്കെൻഡിൽ നമ്മൾ എന്താ ചെയ്യുക, നമ്മള് നോർമലി വീട്ടിൽ പോരാനുള്ള ഒരു ആഗ്രഹമായിരിക്കും. ഞാൻ ഫസ്റ്റ് വീക്കെൻഡ് ചെയ്യുന്നത് നേരെ ഫോർട്ട് കൊച്ചി പോയിട്ട് കായ്ക്കാന്റെ ബിരിയാണി, അല്ല ഹനീഫ് ഖാന്റെ ഇറച്ചിച്ചോറ്, ഇതൊക്കെ കേട്ടിട്ട് അത് എക്സ്പ്ലോർ ചെയ്യാനാണ് പോകുന്നത്. പിന്നെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്യുന്ന സമയത്തും ഒത്തിരി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പല ട്രൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വീട്ടുകാർ പറയുന്നത് എന്താ അറിയോ, ഇങ്ങനെ തിന്ന് നടക്കുകയാണെന്നുള്ളതാണ് വീട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. തിന്ന് നടക്കുകയാണ്. അതായത് ഭക്ഷണത്തിനാണ് ഇമ്പോർട്ടന്റ്, അത് നമ്മൾ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്തിട്ടാണ്. അന്നിപ്പോ ഒരു ഇൻസ്റ്റഗ്രാമും കാര്യങ്ങളൊന്നും ആ സമയത്ത് ഇല്ല. പക്ഷെ നമ്മൾ ഇന്ന് ഒരു റവന്യൂ ജനറേറ്റ് ചെയ്ത് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മൾ ലിറ്ററലി നമ്മുടെ പൈസ കളഞ്ഞ് അനാവശ്യമായിട്ട് കഴിക്കുകയാണ്. ബാക്കിയുള്ളവരൊരു പെർസ്പെക്റ്റീവിൽ എനിക്കത് അനാവശ്യമായിട്ട് തോന്നുന്നില്ല. കാരണം എനിക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എന്തൊരു സാധനത്തിലും നമ്മൾ പൈസയും ടൈമും ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതെ, ഫുഡ് കഴിക്കുക എന്നുള്ളത് ഒരു തരം ഹോബിയും കൂടിയാണ്. ഫാഷനേക്കാൾ കൂടുതൽ അതൊരു ഹരമായിട്ടാണ് കൊണ്ടുനടക്കുന്നത്, അതൊരു ഹോബി പോലെയാണ്. പിന്നീടാണ് ഇപ്പൊ ഫുഡിന്റെ വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടി, ഫോട്ടോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റ തുടങ്ങുന്നത് തന്നെ. പിന്നെ നമ്മളിങ്ങനെ റാൻഡം പോസ്റ്റ് ചെയ്യുന്ന ഓരോന്ന് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കഴിക്കുന്നത്. അപ്പൊ ആളുകൾ ഇതിനെക്കുറിച്ച് നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും റെയർ ആയിട്ടുള്ള ഓരോ സാധനങ്ങൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഭയങ്കര കോമൺ ആയിട്ട് എന്തെങ്കിലും പോസ്റ്റ് ചെയ്യല്ല. ഉദാഹരണത്തിന് പറയണമെങ്കിൽ ഇപ്പൊ നമ്മള് രാമശ്ശേരി ഇഡ്ഡലി ഉണ്ട്, അപ്പൊ അതായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ അന്നത്തെ കാലത്താണെങ്കിൽ ഇവിടെ റാമത്തിൽ വന്നിട്ട് ബിരിയാണിയാണ്. അന്നത്തെ കാലം റാമത്ത് ബിരിയാണി ഇന്നത്തെ പോലെയല്ല. ഒരു ട്രാൻഡ്രത്തുള്ള ഒരാൾക്കോ കൊച്ചിയുള്ള ഒരാൾക്ക് റാമത്ത് ബിരിയാണി അത്രയൊന്നും അറിയില്ല. ആ ഒരു കാലം പഴയ റാമത്ത്. കാരണം 2016 ആ ടൈമിലാണ് നമ്മൾ ഇൻസ്റ്റ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ അന്നൊന്നും ഇത്ര ആളുകൾക്ക് ഇത്ര അധികം ഭക്ഷണ
സ്പോട്ടുകൾ ഉണ്ടെന്നുള്ളത് അറിയില്ല. അപ്പൊ നമ്മൾ ഇതിനെ കുറിച്ച് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് അയക്കും, നമ്മൾ നമ്പർ വെച്ച് വിളിക്കും, ഇന്ന സ്ഥലത്ത് പോകും, കോഴിക്കോട് നമ്മൾ പോവാണ്, അപ്പൊ എവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം എന്ന്. അപ്പൊ നമുക്കൊരു ഹരമാണ് ഒരാളെ നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുന്നത്. പിന്നെ ഇതിന്റെ ഒരു ബിസിനസ് സാധ്യതകള് കൂടുതൽ തിരിച്ചറിയുന്ന വെച്ചാൽ കോവിഡ് ടൈമിലാണ്. കോവിഡ് ടൈമിൽ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അപ്പോഴാണ് നമ്മളൊരു റെസിപ്പി വീഡിയോസ് എന്നുള്ള സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമ്മളൊരു 1 മിനിറ്റിൽ റെസിപ്പീസ് ചെയ്തു. ആ റെസിപ്പീസ് ചെയ്ത പോലെ സമയത്ത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് അത് അക്സെപ്റ്റ് ആയി. എല്ലാരും വീട്ടിലിരിക്കും. അതും റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഇല്ല, എല്ലാരും കുക്ക് ചെയ്യാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ആ ഒരു സമയത്ത് നമ്മളൊരു 1 മിനിറ്റിൽ റെസിപ്പി കൊടുത്തപ്പോൾ ആളുകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് അതിലോട്ട് എത്തുന്നത്. അപ്പോ അത് ഭയങ്കര അക്സെപ്റ്റൻസ് കിട്ടിയപ്പോഴാണ് ബ്രാൻഡുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. കാരണം ആ ഒരു സമയത്ത് റെസ്റ്റോറന്റ് ബിസിനസ് നടക്കുന്നില്ല. അപ്പൊ ഒരുപാട് ഫുഡ് ബ്രാൻഡ്സ്, ഇപ്പൊ കോണ്ടിമെന്റ്സ് ആണെങ്കിലും ഓരോ മസാലപ്പൊടികളൊക്കെ ചെയ്യുന്ന ബ്രാൻഡുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എൻഡോസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് ഇതിന്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കുന്നത്. 2019 and 2021 ആ ഒരു ടൈമാണല്ലോ കോവിഡ്. അങ്ങനെയാണെന്ന് ഇതിന്റെ ഒരു ബിസിനസ് സാധ്യത മനസ്സിലാക്കിയിട്ട് ഇതിലോട്ട് നമ്മൾ അറിയാണ്ട് എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ, ഒരു ഫുഡ് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളതിലോട്ട്. അപ്പൊ നിങ്ങളൊരു എന്തോസിയാസ്റ്റ് ആയിരുന്നു. അതിൽ നിന്ന് നിങ്ങൾ കുറച്ചും കൂടിയും കോവിഡിന്റെ സമയത്ത് റെസിപ്പീസ് ഒക്കെ ചെയ്തു തുടങ്ങി. റെസിപ്പീസ് ചെയ്തപ്പം ബ്രാൻഡ്സ് നിങ്ങൾ അപ്രോച്ച് ചെയ്തു തുടങ്ങി. അപ്പൊ ഒരു ഫസ്റ്റ് ബിഗ് ബ്രേക്ക്, ഇതൊരു സോളിഡ് ബിസിനസ് ആണെന്ന് എപ്പോഴാണ് നിങ്ങൾ തിരിച്ചറിയുന്നത്? അതായത് കോവിഡ് ടൈമിൽ തന്നെയാണ്. കോവിഡിന്റെ ഒരു ടൈമിൽ തന്നെയാണ് ഈവൻ നെസ്ലെ എന്നെ അപ്രോച്ച് ചെയ്തു. അപ്പൊ നെസ്ലെ എന്ന് പറയുന്നത് FMCG ബ്രാൻഡിലെ വേൾഡിലെ ടോപ്പ് 3-ലുള്ളതാണ്. 1 or 2 ആണ് നെസ്ലെ ഉള്ളത്. യൂണിലിവർ ആണോ നെസ്ലെ ആണോ ഫസ്റ്റ് എന്നുള്ളത് എനിക്കറിയാം. അപ്പൊ നെസ്ലെ വരെ നമ്മൾ അപ്രോച്ച് ചെയ്തപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു ഡയമെൻഷൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇതിന് ഇത്രയും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. കാരണം ആ സമയത്താണെങ്കിലും ആളുകളൊക്കെ സോഷ്യൽ മീഡിയ ആണ് ഭയങ്കരമായിട്ട് ബൂം ചെയ്യാണ്. കോണ്ടന്റ് ക്രിയേഷൻ ബൂം ചെയ്യുന്നത് കോവിഡ് ടൈമിലാണ്. ഒത്തിരി കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവുന്നത്. അപ്പോഴത്തേക്ക് ആ സമയത്തേക്ക് നമ്മൾ ഇന്റർനെറ്റ് ഒക്കെ റെഡി ആയിരുന്നു. കാരണം ജിയോന്റെ ഒരു വിപ്ലവം വന്നു, ഇന്റർനെറ്റ് എന്നുള്ളൊരു വിപ്ലവം വന്നു. എല്ലാവർക്കും ഡാറ്റ ഭയങ്കര ചീപ്പായി. കാരണം ഭയങ്കര എല്ലാവർക്കും ഇന്റർനെറ്റ് ചീപ്പായ സമയത്ത് ഇതൊക്കെ ആളുകളിൽ നിന്ന് കാണും. അതിനേക്കാൾ ഉപരി ആളുകൾക്ക് വേറെ എന്റർടൈൻമെന്റ് ഒന്നുമില്ല. ഈ ഫോണിൽ കുത്തിരിക്കല്ലാണ്ട് ഒരു എന്റർടൈൻമെന്റ് വേറെ പുറത്തു പോകാനില്ല, ട്രാവൽ ചെയ്യാനില്ല, ബിസിനസ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ ആ ഒരു സമയത്താണ് പിന്നെ ഇതിന്റെ ഒരു സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് ഇതിൽ തന്നെ ഓക്കെ ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബ്രാൻഡ് ഡീൽസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അടുത്ത എന്തായിരുന്നു? അതിന്റെ ഒരു അപ്ഗ്രേഡ് എപ്പോഴായിരുന്നു സംഭവിച്ചത്? അതിന്റെ പിന്നെ ഒരു അപ്ഗ്രേഡ് എന്ന് പറയുന്നത് ഇപ്പൊ ആ ഒരു സമയത്ത് ഞാൻ ഒരു കോണ്ടന്റ് ചെയ്യുന്നത് ഇപ്പൊ എൻ്റെ വീട്ടിലിരുന്നിട്ട് വീട്ടിന്റെ ഒരു ഔട്ട്ഡോർ നമ്മള് ഒരു വീടിന്റെ പുറത്ത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം തിളപ്പിക്കാൻ അങ്ങനത്തെ ഒരു സാധാ അടുപ്പുണ്ടായിരുന്നു. അപ്പൊ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ഞാൻ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാല് പുറത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, OnePlus-ലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ നാച്ചുറൽ ലൈറ്റിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം. പിന്നെ ഈ പുറത്താവുമ്പോൾ ഭയങ്കര പച്ചപ്പും ഹരിതാപയും കാണാൻ ഇഷ്ടമാണ് ആളുകൾക്ക്. നല്ല ഫ്രെയിം കിട്ടും. അങ്ങനെയാണ് നമ്മൾ കുറച്ച് സിനിമാറ്റിക് ആയിട്ടാണ് ഷൂട്ടും ചെയ്യുന്നത്. പിന്നീട് ബ്രാൻഡ്സുകളൊക്കെ അപ്രോച്ച് ചെയ്തപ്പോഴാണ് എനിക്കിത് ഡെവലപ്പ് ചെയ്യണം, എൻ്റെ ഒരു ക്വാളിറ്റി, നമുക്ക് പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടണം എന്നുള്ളത് തോന്നിയത്. അങ്ങനെയാണ് നമ്മൾ പിന്നെ നമ്മൾ സ്റ്റുഡിയോ സെറ്റപ്പിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതും നമ്മൾ ക്യാമറകളിലോട്ട് ഷൂട്ട് മാറുന്നതും പ്രോപ്പർ ലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തപ്പോൾ നമുക്ക് കൂടുതൽ ബ്രാൻഡുകൾ അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. കാരണം നമ്മൾ ആ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ കൂടുതൽ വലിയ വലിയ ബ്രാൻഡുകൾ വരുമ്പോൾ അവർക്കും ആണെന്നുണ്ടെങ്കിലും ഈ കോണ്ടന്റ് ക്വാളിറ്റിയാണ് അവർ നോക്കുക. നമ്മളിപ്പോ 10 ലക്ഷം ആളുകൾ കണ്ടോ എന്നുള്ളതിനേക്കാൾ കൂടുതൽ 1000 പേര് അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ 1000 പേര് ഈ ബ്രാൻഡിനെ പെർസീവ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് അവർക്ക് ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ എന്ത് ബിസിനസ്സിലും നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കാണേണ്ട ക്രൗഡിലോട്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ബ്രാൻഡിനെ ആളുകൾ പെർസീവ് ചെയ്യുന്ന ബ്രാൻഡിങ് നടക്കുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ വലിയ ബ്രാൻഡുകൾ വന്നപ്പോൾ അവരുടെ ഉദ്ദേശം അതാണ്. അവർക്ക് വേണ്ടത് ഇപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നാളെ തന്നെ കച്ചവടം ഉണ്ടാവുന്നില്ല. കാരണം അവരെ സംബന്ധിച്ച് നമ്മള് ഈ ഒരു കേരള എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു മലയാളം കേൾക്കുന്ന ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ അറ്റത്തെ അത്രയും ചെറിയൊരു മാർക്കറ്റാണ്. പക്ഷെ ആ കാണുന്ന ആളുകളോട്ട് ഈ ബ്രാൻഡ് എങ്ങനെ പെർസീവ് ചെയ്യണം, അവരെങ്ങനെ ബ്രാൻഡിങ് നടക്കണം, അല്ലെങ്കിൽ ആ ബ്രാൻഡിന് ആളുകൾ അതുവരെ കണ്ട രീതിയുണ്ട്. അങ്ങനെ തന്നെയാണ് ഇനിയും കാണേണ്ടത്. ഒരു ബ്രാൻഡ് നമ്മൾ റിമൈൻഡ് ചെയ്യുക എന്നുള്ളതാണല്ലോ.
അപ്പൊ ആ രീതിയിലോട്ട് മാറിയപ്പോഴാണ് ഒരു പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടുന്നതും ആ ഒരു രീതിയിലോട്ട് ഞാൻ ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു സൈഡിൽ ബ്രാൻഡ് ഡീൽസ്, പിന്നെ എന്തൊക്കെ ടൈപ്പ് ഓഫ് മോണിറ്റൈസേഷൻ മെത്തേഡ്സ് വന്നു? നിങ്ങൾ യൂട്യൂബിൽ എപ്പോഴാണ് കയറിയത്? അല്ല, ആക്ച്വലി ഞാൻ യൂട്യൂബിൽ ഒട്ടുമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ലോങ് വീഡിയോസ് ഇഷ്ടമല്ല. കാരണം ലെങ്തി വീഡിയോസ്, എനിക്കൊരാളുടെ ഒരു വീഡിയോ കണ്ടിരിക്കാൻ പറ്റാത്ത ഒരാളല്ല. എനിക്ക് ഒരിക്കലും എനിക്ക് ഫോണിൽ സിനിമ പോലും കാണാൻ കഴിയില്ല. പക്ഷെ കേൾക്കാൻ പറ്റും. എനിക്ക് വലിയ സ്ക്രീൻ കിട്ടണം സിനിമ കാണണമെങ്കിൽ. അതെ, എനിക്ക് കാരണം അതൊരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് ഞാനത് കാണുന്നല്ലാണ്ട് ഒരു ഫോണിൽ ഇരുന്നിട്ട് ഇത്രയും സമയം ഈവൻ തിയേറ്ററിൽ പോയാലും എനിക്ക് ഒത്തിരി നേരം ഇരുന്ന് കാണാൻ കഴിയില്ല. അപ്പോൾ യൂട്യൂബിലും ഞാൻ ഷോർട്സ് ആണ് ചെയ്യുന്നത്. ഷോർട്ട് വീഡിയോസ് ആണ്. ഞാൻ യൂട്യൂബിൽ ലെങ്തി വീഡിയോസ് ഇട്ടിട്ട് അത് മോണിറ്റൈസ് ചെയ്യുന്നതിനെ കുറിച്ച് എന്റെ ലേസിനെസ് ആണ്. അതൊരിക്കലും ക്രെഡിറ്റ് അല്ല, എന്റെ ഒരു നെഗറ്റീവാണ്. അത് എനിക്കത് ചെയ്യാൻ കഴിയില്ല. ചിലർക്ക് ഓരോ കാര്യങ്ങൾ ഇഷ്ടമുണ്ടാവും, ചിലർക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങളുണ്ടാവും. അത് ചെയ്യണ്ട, ഇഷ്ടമുള്ള കാര്യങ്ങൾ. അത് ഈ പറഞ്ഞ പോലെ ഞാൻ അൾട്ടിമേറ്റ് ആയിട്ട് ഇതിലൊക്കെ നമ്മളൊരു കാര്യം ചെയ്തിട്ട് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് കിടന്ന് ആലോചിക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ. ഓക്കെ, കൊള്ളായിരുന്നു എന്ന് ഒരാൾ പറഞ്ഞപ്പോ അതിനാണ് എൻ്റെ ഒരു ഹരം. കാരണം ഞാൻ നിങ്ങളെ ചിന്താഗതി ഭയങ്കര എതിരുള്ള ഒരാള്. ഇത് മീൻസ് നിങ്ങളൊരു ഫ്രെയിമിൽ ഫിറ്റ് ആവാത്ത ആളാണ്. കാരണം നിങ്ങൾ ഇങ്ങനെ ബിസിനസ് ചെയ്യാം, എങ്ങനെ പൈസ ഉണ്ടാക്കാന്ന് ചിന്തിക്കുമ്പോൾ പൈസ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ നമുക്ക് നമുക്ക് ജീവിക്കാൻ അത് സന്തോഷം, മണി ക്യാൻ ബ്രിങ് ഹാപ്പിനെസ്. അല്ലാണ്ട് മറ്റേ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ആളൊന്നുമല്ല. മണി ക്യാൻ ബ്രിങ് ഹാപ്പിനെസ് ചിന്തിക്കുന്ന ആൾ. പൈസ തന്നെ വേണം നമുക്ക് എപ്പോഴും ജീവിതത്തിൽ സന്തോഷിക്കണമെങ്കിൽ പൈസ തന്നെ വേണം. പക്ഷേ നമ്മുടെ ഒരു ഹാപ്പിനെസ് ഡിഫൈൻ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്ക് വേണ്ട സാധനം മതി എന്നുള്ളൊരു രീതിയിൽ ഒതുങ്ങി കൂടുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞത് ഇതിന്റെ യൂട്യൂബ് അല്ലാണ്ട് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പൊ കുക്കിംഗ് വീഡിയോസ് അല്ലാണ്ട് തന്നെ ബ്രാൻഡിങ് വീഡിയോസ് ഇവിടുത്തെ ലോക്കൽ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഒരു ബ്രാൻഡ് സ്റ്റോറി പറയുന്ന ടൈപ്പ് വീഡിയോസ്. ലോക്കൽ ബ്രാൻഡുകൾ അതായത് ഞാനിപ്പോ നമ്മുടെ മൗസിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, ഫലൂഡ നാഷന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോ പുറത്തു പോയിട്ട് ഫിലിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അടുത്തത് നമ്മുടെ അജിഫാന്റെ ബ്രാൻഡിങ് വീഡിയോ വരുന്നുണ്ട്. ഒരു ബ്രാൻഡ് സ്റ്റോറി പറയാ എന്നുള്ള രീതിയിൽ. അതും ഷോർട്ട് ഫോം ആണോ? ഷോർട്ട് ഫോമില് 1 മിനിറ്റിൽ അവരുടെ ഒരു ബ്രാൻഡ് സ്റ്റോറി പറയാന്നുള്ള രീതിയിൽ. പിന്നെ നമ്മളൊരു വേറെ സെഗ്മെന്റ് ചെയ്ത് നമ്മൾ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള അവര് പല സെലിബ്രിറ്റി, നമ്മളിപ്പോൾ മഞ്ജു വാര്യറായിട്ടും സിത്താര ചേച്ചിയായിട്ടും ഷെഫ് പിള്ളയായിട്ടും ഇങ്ങനെ പലരെയും വെച്ചിട്ട് അവരുടെ ഭക്ഷണ വിശേഷങ്ങളും അവരുടെ കൂടെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാന്നുള്ള രീതിയിലും അങ്ങനെയൊക്കെ പല വേർട്ടിക്കലോട്ടാണ് പിന്നെ ഇതിനെ കൊണ്ടുപോയത്. അപ്പം ഇനി എനിക്കില്ല ചോദ്യം. ഇപ്പൊ ഞാൻ ഫുഡ് ബിസിനസ് എന്ന് പറയാനൊരു കാരണമുണ്ട്. കാരണം ആദ്യം ഞാൻ വിശ്വസിക്കും ആദ്യം തന്നെ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യലല്ല. നിങ്ങൾ പറഞ്ഞ പോലെ പല രീതികളുണ്ട്. ഒന്ന് നമ്മളെ കസ്റ്റമർ ആരാന്ന് മനസ്സിലാക്കും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിജിറ്റലാണ്. നിങ്ങൾക്ക് ആദ്യം വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ റെസിപ്പീസ് ചെയ്യാം. അപ്പൊ നിങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു ഫുഡ് ബിസിനസ് എനിക്ക് ചെയ്യണം, ഒരു കഫേ ചെയ്യണം. നേരെ പോയിട്ട് ഞാൻ കുറെ ആൾക്കാരുടെ അടുത്ത് കാശും വാങ്ങിച്ച് പോയിട്ട് കഫേ തുടങ്ങി കഴിഞ്ഞാൽ കാര്യം നടക്കൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഈസിയർ വേസ് ഉണ്ട് ഡിജിറ്റൽ യുഗം ആയതുകൊണ്ട്. നിങ്ങളുടെ അഭിപ്രായത്തിൽ എങ്ങനെ ആയിരിക്കണം ഒരു പുതിയൊരു ഫുഡ് ബിസിനസ് സെറ്റ് ചെയ്യേണ്ടത്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഓഫ്ലൈൻ ബിസിനസ് തന്നെയാണോ അതോ? അതായത് ഓൺലൈനിലൂടെ ഓഫ്ലൈനിലെത്താം. അതായത് ആദ്യം ഓൺലൈനിൽ ചെയ്തിട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ഒരു കഫേ തുറക്കാം. ആ ഒരു ലൈനിൽ എങ്ങനെ ആയിരിക്കാം? അല്ല, അതിന്റെ ഒരു കാശുമില്ല. എങ്ങനെ എനിക്ക് കഫേ ചെയ്യണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഫുഡ് ബിസിനസ് ചെയ്യണം, ഞാൻ എന്ത് ചെയ്യണം? അല്ല, അതൊരു ഭയങ്കര നീഷ് ക്രൗഡിലും നിങ്ങളൊരു ഫോക്കസ്ഡ് ആണെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ കൊച്ചിയിൽ തന്നെ റീസെന്റ് ഓപ്പൺ ചെയ്ത 2 ബിസിനസ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഒരു ഗ്രാന പിസേറിയ എന്നുണ്ട് എബ്രാമത്ത്. പുള്ളി വീട്ടിൽ ഇതെന്നുള്ളൊരു വളരെ ഒരു ചെറിയ രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ ബുക്ക് ചെയ്ത് പോയിട്ട് ആ രീതിയിലാണ് പുള്ളി പിസ്സ ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു ക്രൗഡിനെ പുള്ളി ബിൽഡ് ചെയ്തു, ഒരു നീഷ് ക്രൗഡിനെ പുള്ളി ഫോക്കസ് ചെയ്ത് പിസ്സയിൽ മാത്രമാണ്. അത് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പുള്ളി ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ട് അതിന് ഭയങ്കര ഒരു അക്സെപ്റ്റൻസും കാര്യങ്ങളും വന്നപ്പോൾ അതിലിപ്പോൾ അത്യാവശ്യം ഒരു 60 കവേഴ്സുള്ളൊരു ഇത് പനമ്പള്ളി നഗറിലൊരു പിസ്സേറിയനെ തുടങ്ങി. അല്ല, എങ്ങനെയാണ് ആ ക്രൗഡിനെ ബിൽഡ് ചെയ്തത്? അല്ല, നമ്മൾ ഫുഡ് സ്പീക്സ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം അത്
ഇഷ്ടപ്പെടുന്ന ആളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് പല രീതികളുണ്ട്. ഒന്ന് ഒബ്വിയസ്ലി ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഭയങ്കര ഒരു കാര്യമാണ്. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് അതിൻ്റെ കുറേ പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട്. കാരണം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണെങ്കിലും നമ്മളൊരു ബ്രാൻഡിനെ, നിങ്ങളുടെ ബ്രാൻഡിനെ നിങ്ങൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് വഴി നിങ്ങൾ എൻഡോസ് ചെയ്ത് പബ്ലിക്കിലോട്ട് എത്തിക്കുമ്പോൾ നോക്കേണ്ട ഒരു ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ബ്രാൻഡിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്ലേസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് എന്താണ്, നിങ്ങൾക്കൊരു വിഷൻ ഉണ്ടാവും, ഒരു മിഷൻ ഉണ്ടാവും. അപ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളാണോ നിങ്ങളുടെ ബ്രാൻഡിനെ എൻഡോസ് ചെയ്യുന്നത് എന്നുള്ളത് എപ്പോഴും ചിന്തിക്കണം. അത് സത്യം പറഞ്ഞാൽ ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഭയങ്കര ഒരു സത്യമാണ്. ആരെങ്കിലും പിടിച്ച് ഓഡിയൻസ് ഇല്ല ഒരാളെ പിടിച്ചിട്ടല്ല നിങ്ങൾ കൊണ്ടുവന്നിട്ട് എൻഡോസ് ചെയ്യിപ്പിക്കേണ്ടത്, ഒരിക്കലും അല്ല. എസ്പെഷ്യലി ഇപ്പം ഞാൻ എപ്പോഴും ഞാൻ ഈ പറയുന്ന പല സംസാരങ്ങളും നമ്മളെന്ന് വെച്ചാൽ ഒരു ചായക്കട തുടങ്ങുന്നതിനെ പറ്റിയിട്ടല്ല നമ്മൾ ഈ പറയുന്നത്. നമ്മളൊരു പ്രോപ്പർ ഫുഡ് ബിസിനസ് കാരണം ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസിനെ കുറിച്ചാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. നമ്മളൊരു അല്ലാതെ ചുമ്മാ എന്തെങ്കിലും ഒരു സംഭവം തുടങ്ങുക എന്നുള്ളതിനെ കുറിച്ച് ഇത്രയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വെറുതെ വന്നിട്ട് ഒരു സ്ഥലം എടുക്കുക, അവനെന്താ ഉണ്ടാക്കാൻ അത് കൊടുക്കണം, നമ്മൾ അങ്ങനെയല്ല. നമ്മൾ പറയുന്നത് അതെ, നമ്മളൊരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പൊ അതൊരു എൻഡോസ് ചെയ്യുന്ന സമയത്ത് എന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ്, അപ്പൊ ആരെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ അത് എത്തും. ഇപ്പം ലൊക്കേഷൻ വലിയൊരു ഫാക്ടറാണ്. ഇപ്പൊ കോഴിക്കോട് ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൊച്ചിയിലത്തെ ഒരാളെയും കൊണ്ട് നമ്മൾ ചെയ്യിപ്പിച്ചിട്ട് കാര്യമല്ല, കോഴിക്കോടിനാണ്. പക്ഷെ കൊച്ചിനെ കൊണ്ടും സാധ്യതകളുണ്ട്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കൊച്ചിയിൽ നിന്ന് കോഴിക്കോട് ഒത്തിരി പേര് വന്നിട്ട് ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ബിസിനസ് ആണ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു USP നിങ്ങൾക്ക് ഉണ്ട്, ഈ ഒരു സാധനത്തിന് സ്കെയിലബിലിറ്റി ഉണ്ട്. അത് ഒന്ന്, കൊച്ചിയിൽ നിന്ന് ആളുകൾ ഇവിടെ വന്നിട്ട് കഴിക്കുക. രണ്ടാമത്തെ, ഈ ഒരു ബിസിനസ്സിന് കൊച്ചിയിലും പോസിബിലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഇതിന് സ്കെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾ കൊണ്ട് ചെയ്യിപ്പിക്കാം. ഉദ്ദേശിക്കുന്നത് ഒത്തിരി ബ്രാഞ്ചസ് തുടങ്ങുക എന്നുള്ളത്. ഇപ്പൊ നമ്മളിപ്പോ മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ്സ് നമുക്ക് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ആളെ കൊണ്ട് മാർക്കറ്റ് ചെയ്യിപ്പിക്കാം. അതേപോലെ തന്നെ ഇപ്പൊ ഓരോരുത്തരുടെയും എൻഡോസ് ചെയ്യുന്ന രീതിയും അവരുടെ ഓഡിയൻസും ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭയങ്കര ഇപ്പൊ ഒരു പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്, ഒരു ഏഷ്യൻ സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റോ അങ്ങനത്തെയൊക്കെയാണ് തുടങ്ങുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ ചുമ്മാ എല്ലാം ഇപ്പൊ വെറുതെ പ്രൈസ് പോയിന്റ് മാത്രം നോക്കിയിട്ട് ചെയ്യുന്ന ബ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടാവും. അതായത് ഇവിടെ 5 രൂപയ്ക്ക് സാധനം കിട്ടും, അല്ലെങ്കിൽ 10 രൂപയ്ക്ക് ഒരു സാധനം കിട്ടും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പ്രൈസ് നോക്കി അങ്ങനത്തെ ഒരു ചീപ്പ് എന്നുള്ളതല്ല പറയുന്നത്, ഒന്നും ചീപ്പല്ല. അങ്ങനത്തെ ഒരു ടൈപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെയും കൊണ്ട് നിങ്ങളൊരു പ്രീമിയം സാധനത്തിനെ നിങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അതുവരെ അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കുക. അതായത് ഇപ്പൊ 100 രൂപക്ക് വയറ് നിറച്ച് ചോറ് കിട്ടുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ 50-30 രൂപക്ക് ചോറ് മീൽസ് കിട്ടുന്ന ഒരു സ്ഥലം. ഇങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ഒരാളെയും കൊണ്ട് നിങ്ങളൊരു പ്രീമിയം ബ്രാൻഡിനെ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റുന്ന മിസ്റ്റേക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇയാളുടെ ഓഡിയൻസ് എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആയിരിക്കും. അവർ വൺസ് നിങ്ങൾ റെസ്റ്റോറൻറ്റ് വന്നതിന് ദേ വോണ്ട് ബി ഹാപ്പി. അവർ നോക്കുന്നത് എന്താ പറയാ, അവിടെ ഒരു ചോറിന് 150 റുപ്യാണ്. അത് നിങ്ങളുടെ ബിസിനസ് ഇവിടെ ആ ഒരു ബിസിനസ്സിന്, നിങ്ങളുടെ ബിസിനസ്സിന് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്ട് ആവും. അത് ഒന്നിച്ച് മേ ബി ആളുകൾ അടിച്ചു കയറും. അതേപോലെ തന്നെ അതൊരു മൗത്ത് പബ്ലിസിറ്റി നെഗറ്റീവ് ആയിട്ട് ആ ബിസിനസ് ഒന്നും അല്ലാണ്ടായി പോകും. പക്ഷെ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നമ്മൾ പ്രീമിയം റെസ്റ്റോറന്റ് അല്ല, എനിക്ക് ആക്ച്വലി ഒരു ഫുഡ് ബിസിനസ് തുടങ്ങണം, എൻ്റെ അടുത്ത് വലിയ കാശൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അതായത് ആദ്യം ഒരു പ്രൊഡക്റ്റ് വേണം, പിന്നെ നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുന്നു. ഓക്കെ, ഈ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചെയ്യുമ്പോൾ ഈ ഫൗണ്ടർ ബ്രാൻഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതായത് പേഴ്സണൽ ബ്രാൻഡിങ്, ഇത് ക്ലബ് ചെയ്താൽ നന്നാവോ? ഹൗ വിൽ ദാറ്റ് ലുക്ക് ലൈക്ക്? 100%. കാരണം നമ്മളതിന് ഞാനീ എപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് നമ്മൾ ചെറിയ രീതിയിൽ ഓൺലൈൻ ഇതെല്ലാം തുടങ്ങുന്ന സമയത്ത് അവിടെ വ്യക്തിക്കാണ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ കൊച്ചിയിൽ തന്നെ മീൻസ് കോഴിക്കോടത്തെ സാഹചര്യങ്ങളെ എടുക്കാം. ഇപ്പോൾ കോഴിക്കോട് ഇപ്പൊ നമ്മള് ബേക്കർ ആൻഡ് കോ എന്നുകൊണ്ട് ചെയ്യുന്നത്, മർവാൻ ചെയ്യുന്നത്. മർവാൻ ഈ പറഞ്ഞ പോലെ തന്നെ മർവാൻ എന്നുള്ളൊരു പേരും അതിൻ്റെ കൂടെ, കാരണം ഹീസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദാറ്റ്. കറക്റ്റ്. അപ്പൊ ആളുടെ ഒരു പേരും അവിടെ
മാർക്കറ്റായി. നിങ്ങൾ ഞാൻ ബേക്കർ ആൻഡ് കോന്നേ പറഞ്ഞോളൂ, നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഞങ്ങളോട് പറയിപ്പിച്ചതാണ്. കാരണം നിങ്ങൾ പറയുന്നുള്ളത് എനിക്കറിയാം. ഇതേപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ അബ്രാമത്തിന്റെ ഗ്രാന പിസേറിയ, ഇതേപോലെ തന്നെ കൊച്ചിയിലുള്ള ടോണീസ് കിച്ചൺ. അവൻ സുഷി കാര്യങ്ങളൊക്കെ വളരെ ഒരു ലിമിറ്റഡ് ക്രൗഡിനാണ് ചെയ്യുന്നത്. അവിടെ ബ്രാൻഡ് ആവുന്നത് ആക്ച്വലി ആദ്യം ഇത് ചെയ്യാൻ ഈ ഫുഡിനെ കുറിച്ച് അറിയുന്ന ആളാണോ, ഇയാൾ അതിന് കേപ്പബിൾ ആണോ, ഒന്നങ്ങനെ. അതായത് ഷെഫ് ഓറിയന്റഡിലാണ്. അതായത് ഷെഫ് തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്ന ആളങ്ങനെ. അത് ഷെഫ് ഓറിയന്റഡ് ആകുമ്പോഴാണ് ഭയങ്കരമായിട്ട് ഇതിനാളുകൾ മനസ്സിലാക്കുന്നത്. കാരണം അതിന് അയാൾ കേപ്പബിൾ ആണ്. അപ്പൊ അയാള് ഇതിൽ ആൾ എന്താണ് ചെയ്യുന്നത് ആൾക്ക് അറിയാം എന്നുള്ളൊരു ചിന്ത വരുന്ന സമയത്ത് ആള് തന്നെയാണ് അതിനെ ബ്രാൻഡ് ആവുന്നത്. അതൊന്ന്. പക്ഷെ അതൊന്നും എല്ലാവരെ കൊണ്ട് സഹായിക്കുന്ന കാര്യമല്ല. പിന്നെ നമ്മളൊരു പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ ഓക്കെ, ഇപ്പൊ ഞാൻ ഓൺ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് എൻ്റെതാണെന്ന് അത് ചെയ്യുമ്പോൾ ആളുകൾ 100% ഇപ്പൊ ഒന്നാം വേണ്ട. ഇപ്പൊ നമ്മുടെ ബോച്ച് പേഴ്സണൽ ബ്രാൻഡിങ് ആണ്. നമുക്കൊക്കെ രണ്ടഭിപ്രായം ഉണ്ടാവും, പുള്ളി ചെയ്യുന്നത് ശരിയാണോ ശരിയല്ലോ എന്നുള്ളത്. വാട്ട് ഓർ ഹിസ് മെത്തേഡ് ശരിയാണോ എന്നല്ല പറയുന്നത്, ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് എടുക്കുന്നതാണ്. മൂപ്പര് എന്ത് സാധനം തുടങ്ങിയാലും നമ്മൾ അറിയുന്നുണ്ട്. ബോച്ച് എന്തൊരു കാര്യമാണ്. വെറും ബോച്ച് ഒരു ടോഡി ഷോപ്പ് തുടങ്ങി, ബോച്ചൊക്കെ ടോഡി ഷോപ്പുള്ള ആളുകൾക്ക് അറിയാം. കാരണം ഒരുപാട് ഉള്ളിലാണ്, എത്രയോ ഉള്ളിലോട്ട് കയറിയിട്ട് എറണാകുളത്ത് തന്നെ മാറി അകത്തോട്ട് കയറി പിന്നെ ചെറിയ റോഡ് കൂടി പോയി ഒരു ചെറിയൊരു വാട്ടർ ബോർഡിന്റെ സൈഡിലായിട്ടാണ്. അവിടെ ആളുകൾ എത്തുന്നുണ്ട്. ആളുകൾ പോകുന്ന ലൊക്കേഷൻ ഇതൊന്നും അതിന്റെ അകത്ത് ഇമ്പോർട്ടന്റ് അല്ല. ആളുകൾ തേടി പോവാണ്. എപ്പോഴും നമ്മൾ നോൺ ഫേസ് ഇങ്ങനെ സാധനങ്ങൾ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്ന ഈ പേഴ്സണൽ ബ്രാൻഡിങ് ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ തന്നെ നമ്മളെ ബ്രാൻഡിനെ കുറിച്ച് സംസാരിച്ച് ഇതായി എത്തുന്ന സമയത്ത് ഉറപ്പായിട്ടും എത്തും. ഈ പേഴ്സണൽ ബ്രാൻഡിങ് നമ്മൾ ചെയ്യേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, വെറുതെ ഞാൻ തന്നെയാണ് ഇതിന്റെ ഓണർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിട്ടും കാര്യമല്ല. അതായത് ഇത് ചെയ്യാൻ ഞാൻ കേപ്പബിൾ ആണ് എന്നുള്ളതാണ്. ഇപ്പം ഞാൻ തന്നെ കുറേ പേരെ കൊണ്ട് ഞാൻ പബ്ലിസിറ്റി കൊടുത്ത് ഇതിനെക്കുറിച്ച് അറിയുന്ന ഒരാളാണ്. ഹീസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് ദിസ് ബിസിനസ് എന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാവണം. അല്ലാതെ ഞാൻ തന്നെ കുറേ പൈസ കൊടുത്തിട്ട് എൻ്റെ ഫോട്ടോ വെച്ചിട്ട് കുറേ പബ്ലിസിറ്റി ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനിയിപ്പോൾ ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞത്, നമ്മുടെ ഫില്ലി എന്ന് പറയുന്നൊരു ഫില്ലി കഫേ, റാഫിക്ക് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ കപ്പില് പുള്ളിയുടെ ഫോട്ടോ ആണ്. ആ ബ്രാൻഡില് റാഫിക്കാനാണ്. കാരണം റാഫിക്കാനെ വിളിക്കുന്ന പേരാണ് ഫില്ലി എന്ന് പറയുന്നത്. റാഫിക്കന്റെ വിളിപ്പേരാണ് ഇത്. അപ്പൊ പുള്ളി ഫസ്റ്റ് ചെയ്താണ്. മേ ബി ആദ്യം ആളുകൾ കുറ്റം പറയും, ഇവന്റെ പടം വെച്ചിട്ട് ചെയ്യുന്നു എന്നുള്ളത്. അതെ, പക്ഷെ പുള്ളിയുടെ ബിസിനസ് എന്ന് പറഞ്ഞാല് UK ലണ്ടനിലും വാഷിങ്ടണിലൊക്കെയാണ് പുള്ളി തുടങ്ങുന്നത്. പുള്ളിയുടെ ബിസിനസ് ഇപ്പൊ ഞാൻ പുള്ളിയുടെ ബ്രാൻഡിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനും റാഫിക്കും കൂടെ ഒരുമിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യക്കാരെ കൊണ്ട് പെയ്ഡായിട്ട് പുള്ളി ചെയ്യിപ്പിക്കുന്നത് നമ്മളോട്. നമ്മൾ കൊളാബ് ചെയ്തിട്ട് റാഫിക്കയുടെ ബിസിനസ് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഒരുമിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ പുള്ളി ഇത് പൊസിഷൻ ചെയ്ത് അങ്ങനെയാണ് ഇത്രയും വലിയ ബ്രാൻഡ്. വേറൊരു കാര്യം എന്ന് വെച്ചാൽ പുള്ളിയുടെ സാധനം ഏറ്റവും പ്രൈം ലൊക്കേഷനിലാണ്. നിങ്ങൾ ഫില്ലി കഫേന്റെ കാര്യം പറയുമ്പോൾ ഞാൻ 10 കൊല്ലം ദുബായിലുണ്ടായിരുന്നു. ഞാൻ ഭയങ്കര പ്രൗഡായിട്ട് ആര് വന്നു കഴിഞ്ഞാലും ആദ്യം കൊണ്ടുപോകുന്ന ഫില്ലിന്റെ ബർദുബായിലൊരു ഔട്ട്ലെറ്റ് ഉണ്ട്, പബ്ലിക് ലൈബ്രറിന്റെ അടുത്ത്. എന്നിട്ട് അവർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കും. അപ്പൊ അവിടെ എന്തോ പിന്നെ നമ്മളൊരു മലയാളി ഇത്രയും വലിയൊരു ബ്രാൻഡ്, അത്രയും ഭയങ്കര ക്രൗഡാണ് എപ്പോഴും. ഒരു സ്റ്റുഡൻറ് ക്രൗഡ് അന്ന് തൊട്ടേ ഉണ്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ഇത് ഭയങ്കര പ്രൗഡായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്, നമ്മളെ നാട്ടുകാരതാണ്. ഇങ്ങനെയൊക്കെയാണ് ബ്രാൻഡ് തുടങ്ങുക. അതും മേ ബി 2010, 2011 സമയത്തൊക്കെയാണ്. പക്ഷെ ചായയില് സക്സസ്ഫുൾ ആയ ഒരു മോഡലല്ലേ ഈ ഫില്ലി കഫേ? തീർച്ചയായും. അതായത് ഞാനും ഭയങ്കര അഡ്മയർ ചെയ്യുന്നൊരു സാധാരണ എല്ലാവരും കോഫിയാണ്. ഇപ്പോൾ ഫില്ലിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാനും ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്നതാണ്. കാരണം റാഫിക്കായിട്ട് നേരിട്ട് പരിചയമുണ്ട്. ഞാൻ ദുബായിൽ പോകുന്ന സമയത്ത് UAE പോകുമ്പോൾ, ദുബായിൽ നിന്നല്ല UAE പോകുമ്പോൾ എന്തായാലും അവിടെ പോയിട്ട് എന്താണ് പുതിയത് എന്നുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യും. അപ്പം അവരുടെ ഈ പറഞ്ഞ പോലെ ബ്രാൻഡിങ് ഫസ്റ്റ് തന്നെ ഫില്ലി എന്നുള്ളത് ആക്ച്വലി മൂപ്പരുടെ പേരാ, ഒരു പെറ്റ് നെയിം എന്താണ് ഫിലിമാണ്. അതേപോലെ ഒരു കപ്പിൽ വരെ ഫോട്ടോ എടുക്കുന്നു. അവർ ആ ഒരു പ്രൊഡക്റ്റ് ശരിക്കും അത് പ്ലേസ് ചെയ്ത് നന്നായിട്ട് ബ്രാൻഡിന് പ്ലേസ് ചെയ്ത് അവരുടെ സാഫ്രോൺ ടീ അവരിതിലത് തുടങ്ങുന്നത്.
സാഫ്രോൺ ടീ എന്നുള്ളത്. കറക്റ്റ്, ശരിയാണ്. ആദ്യത്തിൽ നോർമൽ ചായ ആയിരുന്നു, പിന്നെ റാഫി വന്ന് അതിന്റെ അകത്ത് കുറച്ച് അത് നേരത്തെ മൂപ്പരുടെ ഫാദറായിട്ട് എത്രയോ വർഷങ്ങളായിട്ടുള്ള ബിസിനസ് ഉണ്ട്. മൂപ്പര് ആ ഒരു പ്രൊഡക്റ്റ് തുടങ്ങി അതിനൊരു വേറെ രീതിയിലൂടെ അതിനെ മാറ്റി, എന്നിട്ട് പിന്നെ മൂപ്പര് അവിടെ നിന്നിട്ട് അതിന് ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവരാം. മൂപ്പര് ഫില്ലി സെലക്ട് എന്നുകൊണ്ട് അതിന്റെ അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്ഡേഷൻ വന്നിട്ട് പ്രീമിയം സെറ്റപ്പിൽ മോഡേൺ ഇന്ത്യൻ ക്യൂസി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ ഡിഷസ് മോഡേൺ പ്രസന്റേഷനിലായിട്ട് അപ്ഡേഷൻ വേണം എപ്പോഴും. നമ്മുടെ ഒറ്റ സാധനത്തിൽ പിടിച്ചു നിന്നിട്ട് കാര്യമല്ല. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ ടീയും ഈ സാഫ്രോൺ ടീ കറക്റ്റ് ടീ ഇതൊക്കെ അവിടെ ഭയങ്കര ഒരു പോപ്പുലറാ. പിന്നെ മാത്രമല്ല ഇതൊരു പ്രൈസ് പോയിന്റ് ഒരു പ്രശ്നമാണ്. കാരണം നമ്മുടെ നാട്ടില് ഒരുപാട് ടീ ബ്രാൻഡ്സ് ഇപ്പോൾ വരുന്നുണ്ട്. ടീ ബ്രാൻഡ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം കുഞ്ഞു കുഞ്ഞു ബ്രാൻഡുകളാണ്. കാരണം ചായ ഒരു 25 രൂപ 30 രൂപ ആ റേഞ്ച് കൊടുക്കുന്നതാ. അല്ലാണ്ട് നമുക്ക് ഭയങ്കര ഒരു പ്രീമിയം പ്രൈസിങ്ങിൽ കൊടുത്ത് സർവൈവ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പൊ നമ്മള് ക്ലബ് സുലൈമാനിയാണ് എനിക്ക് തോന്നുന്നത് കേരളത്തില് ഇത്രയും ഒരു ഓർഗനൈസേഷൻ ചായ പേര് തന്നെ ഒരു സുലൈമാനി എന്നിട്ടിട്ട് വെറൈറ്റീസ് ഓഫ് ടീ. മറ്റേത് വെറൈറ്റീസ് ഓഫ് ടീ ഇടുന്നത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി ചായ, ഏലക്ക ചായ അങ്ങനെ അല്ലാണ്ട് ടീ ബ്ലെൻഡിനെ വെച്ചിട്ട് ലൈക്ക് പല എലിമെന്റ് അവർ തന്നെ ഓരോന്ന് റൈഡേഴ്സ് ടീ എന്നും അങ്ങനെ ഓരോ പേരിട്ടിട്ട് അവർ തന്നെ അതിൽ വെറൈറ്റി കൊണ്ടുവന്നത്. ബട്ട് ഈവൻ ക്ലബ് സുലൈമാനിക്കായ പോലും ടീയിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ ഇവിടെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഒരു കഫേ എന്നുള്ള രീതിയിലോട്ടും ഫുഡിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മാറുന്നത്. അതും ടീ ബേസ്ഡ് ആയിട്ടുള്ള കോൾഡ് ആയിട്ടുള്ളതും സ്മൂത്തീസും ബബിൾ ടീയും ഇതെല്ലാം കൊടുന്ന് അവർ ഇതിൻ്റെ ലെവലപ്പ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫീനെ എല്ലാവരും ഭയങ്കര ഗ്ലാമർ ആയിട്ടാണ്. കാരണം സ്റ്റിൽ കോഫി ഇഷ്ടപ്പെട്ടിട്ട് എല്ലാ ആളുകളും കുടിക്കുന്നത് ലക്ഷറിയാണ്. കോഫി ഇസ് എ ലക്ഷറി. ആക്ച്വലി ടീ ആണ് ലക്ഷറി. ശരിക്കുള്ള ടീ നോക്കുകയാണെങ്കിൽ ടീ ഭയങ്കര എക്സ്പെൻസീവാ. കോഫി അല്ല എക്സ്പെൻസീവ്, കോഫിനേക്കാൾ എക്സ്പെൻസീവ് ടീ. കാരണം പെർ kg 3 ലക്ഷം രൂപയുള്ള ടീസ് ഉണ്ട്. അതായത് ഡാർജിലിംഗ് ഫസ്റ്റ് ഫ്ലഷ് ടീ, ബദംഡ ഹെറിറ്റേജ് ടീ. അതിനൊരു സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഡാർജിലിംഗ് ഷാമ്പയിൻ ഓഫ് ടീ എന്ന് പറയുന്നത് ഡാർജിലിംഗ് ടീ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷേഴ്സാ. കാരണം അവർക്ക് ഭയങ്കര ടീ ഇഷ്ടാ. അപ്പൊ തന്നെ നമ്മൾ മനസ്സിലാക്കണം ബ്രിട്ടീഷേഴ്സ് ടീ കുടിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ടീ അത്രയും പ്രീമിയം ആയതുകൊണ്ടാണ്. അതായത് ഇവിടെ നിന്ന് അവരുടെ ബ്യൂറോക്രാറ്റ്സിനും ഇവിടെ വന്നുള്ള ബ്രിട്ടീഷ് അത്രയും റോയൽസിന് വേണ്ടിയിട്ടാണ് അവർ ടീ കൊണ്ടുവന്നിട്ട് ഇവിടുത്തെ നമ്മുടെ ടീ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്നത്. ഇപ്പം മൂന്നാറിലാണെങ്കിലും ഡാർജിലിംഗ് ആണെങ്കിലും ഒക്കെ. കാരണം ഡാർജിലിംഗിന്റെ ക്ലൈമറ്റ് ടീന് ഏറ്റവും ബെസ്റ്റാ. അങ്ങനെ ഡാർജിലിംഗിൽ ടീ എസ്റ്റേറ്റ് അവരുണ്ടാക്കുന്നത്. ഇനി വേറെ കാര്യം കൂടെ പറഞ്ഞുതരാം. ബ്രിട്ടീഷേഴ്സ് പോയിട്ടും സ്റ്റിൽ ഡാർജിലിംഗിലുള്ള എസ്റ്റേറ്റ്സ് ഓൺ ചെയ്യുന്ന ബ്രിട്ടീഷേഴ്സാണ്. UK ബേസിലുള്ള കമ്പനീസാണ് ഏറ്റവും നല്ല എസ്റ്റേറ്റുകൾ, ടീ എസ്റ്റേറ്റ്, ഓർഗാനിക് ആയിട്ടുള്ള ടീ എസ്റ്റേറ്റുകൾ. ഇന്ത്യയിലുള്ള ഡാർജിലിംഗിലുള്ള ടീ എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്നത് UK ബേസ് കമ്പനീസാണ്. ഓണർഷിപ്പ് ഉള്ളത് റോയൽ ഫാമിലിക്കാ. കാരണം അത്ര ഇമ്പോർട്ടൻ്റ്. അവർ ഇവിടുന്ന് പോയിട്ട് പോലും സ്റ്റിൽ ആ ടീസും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് പബ്ലിക് മാർക്കറ്റിലോട്ട്, നമ്മുടെ ഒരു ഓപ്പൺ മാർക്കറ്റിലോട്ട് ഈ ടീസ് ഒന്നും വരുന്നില്ല. ഇതൊക്കെ ഇവിടുന്ന് പോകുന്നത് സ്റ്റിൽ റോയൽ ഫാമിലീസ്. അപ്പൊ ഞാൻ ബിസിനസ് പെർസ്പെക്റ്റീവിൽ പറയുന്നത് കോഫിന് ആളുകൾ ലക്ഷറി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മളൊരു ക്യാപ്പുച്ചിനോ ഒരു 150 രൂപ എടുത്തിട്ടും പോയി കുടിക്കും. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് സ്റ്റോറി ഇടാം. ചായങ്ങള് 100 രൂപ എടുത്തിട്ട് ആ ചായ കുടിച്ചെന്നുള്ളത് എഴുതി വെക്കണം. അപ്പൊ അതുകൊണ്ട് അത് കാണുന്നില്ല. അത് മാത്രമല്ല നമുക്കൊരു ടീ കൾച്ചർ ഉണ്ട്. ടീ കൾച്ചർ ഇൻ ദ സെൻസ് ഓരോരുത്തർക്കും അക്വയർ ചെയ്തൊരു ടീന്റെ ടേസ്റ്റ് ഉണ്ട്. അതായത് കട്ടൻ ചായ മാത്രം കുടിക്കുന്നവര്, ലൈറ്റ് കട്ടൻ ചായ കുടിക്കുന്നവര്, സ്ട്രോങ് ചായ മധുരം കൂട്ടി കുടിക്കുന്നവര്, മീഡിയം ചായ വിത്തൗട്ട് കുടിക്കുന്നവര്, വെള്ളം കുറച്ച് മധുരം കുറച്ച്, ഇങ്ങനെ ഓരോരുത്തരുടെ ടീ പ്രിഫറൻസും ഭയങ്കര വ്യത്യസ്തമാണ്. അപ്പൊ അതിനൊരുപാട് എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ആളുകൾ ഒത്തിരി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത്. നമ്മൾ വൺസ് ഇൻ എ വൈൽ നമുക്കിത് ട്രൈ ചെയ്യാന്നുള്ളതിനപ്പുറം ആളുകൾ കുടിക്കുന്നുമില്ല. അതിന് കൂടുതൽ പൈസ ആളുകൾ സ്പെൻഡ് ചെയ്യാൻ റെഡി ആവൂല. അപ്പൊ ഈ പറഞ്ഞ പോലെ ഫിലിയുടെ സക്സസ് എന്ന് പറഞ്ഞാല് അവര് പ്രീമിയം ബ്രാൻഡ് പ്ലേസ് ചെയ്തു. അതിന്റെ കൂടെ തന്നെ അങ്ങനത്തെ ടീ ഹാബിറ്റ് ഉള്ള ആളുകളാണ്, അത്രയും സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആളുകളുമാണ്. പിന്നെ അവിടെ കോഫി ഈസ് നോട്ട് എ ലക്ഷറി. ശരി, നമ്മൾ ഈ പറയുന്ന വലിയ ബ്രാൻഡുകൾ പലതും നമ്മൾ പുറത്തുനിന്ന്, നമ്മളിപ്പോൾ സ്റ്റാർബക്സ് എന്നൊക്കെ പറയുന്നത്
പുറത്തുള്ളവരെ സംബന്ധിച്ച് സ്റ്റാർബക്സ് ആക്ച്വലി ഒരു ലക്ഷറി ബ്രാൻഡ് അല്ല. അത് ഏറ്റവും വലിയ ബിസിനസിന് ഭയങ്കര രസമാണ്. നമ്മൾ മെക്ടി എന്ന് പറയുന്നതോ നമ്മൾ ബർഗർ കിങ് എന്ന് പറയുന്നതോ സ്റ്റാർബക്സ് എന്ന് പറയുന്നതോ ഇങ്ങനത്തെ ബ്രാൻഡുകളൊക്കെ നമ്മളെ സംബന്ധിച്ച് എന്താണ് മോളിനകത്തും പ്രീമിയം ബ്രാൻഡാ. പിസ്സ ഹട്ട് ആണെങ്കിലും ഡൊമിനോസ് ആണെങ്കിലും നമ്മളെ സംബന്ധിച്ച് ലക്ഷറി ബ്രാൻഡാ. പക്ഷെ ആക്ച്വലി നമ്മളൊരു യൂറോപ്പ് ഇതിൽ പോയി കഴിഞ്ഞാൽ ലക്ഷറി ബ്രാൻഡ് അല്ല, അത് ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അവിടെ അഫോർഡബിൾ ബ്രാൻഡ്സ് ആണ്. കാരണം അവിടെ ആളുകൾക്ക് ഒരു മെക്ഡി പോയി നമ്മൾ നേരെ പോയി എന്നിട്ട് ഒരു ബർഗറോ ഒരു സാൻഡ്വിച്ചോ വാങ്ങുന്നു, ഗ്രാബ് ആൻഡ് ഗോ. അതൊരു കോമൺ ആളുകൾക്ക് പോലും അഫോർഡ് ചെയ്യാൻ പറ്റുന്നത്. കാരണം അവിടെ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്ട്രക്ചേർഡാ. കാരണം ഒരു സ്പേസിൽ ഇരുന്ന് അത്രയും ഒരു മൾട്ടി കോഴ്സ് ഡൈനിങ്, പ്രീമിയം സർവീസ്, പ്രീമിയം ഇന്റീരിയേഴ്സ്, ഇതൊക്കെ വരുന്ന സമയത്ത് അവിടെ നിങ്ങളൊരു പ്രോപ്പർ മീല് കഴിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എക്സ്പെൻസീവ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇത് എവിടെ നമ്മളൊരു ബ്രാൻഡിന്റെ ഓരോ സ്ഥലത്തും ഓരോ ബ്രാൻഡിന്റെ പെർസെപ്ഷൻ മാറും. ഇപ്പൊ ഫില്ലി അവർ ചായ വിൽക്കുന്നുണ്ടെങ്കിലും അവിടെ ഒരു 5% പോലും ഇന്ത്യക്കാരില്ല, മലയാളികൾ എന്നുള്ളതല്ല. നമ്മളൊരു മലയാളി ഓൺ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ പോലും 5% പോലും ഇന്ത്യക്കാരില്ല. പക്ഷെ ആ ഒരു ചേഞ്ച് ഞാൻ ശരിക്കും എൻ്റെ കണ്ണിന്റെ മുന്നിൽ കണ്ടിരുന്നത്. കാരണം ₹1 അല്ല ചായനെ അവർ 1.5 ആക്കുന്നു, 1.5 2 ആക്കുന്നു, 2 2.5 ആക്കുന്നു, പിന്നെ ഒരു ഒറ്റ പോക്കാ 6.5ലേക്ക്. ഞാൻ അവസാനം വാങ്ങിച്ചു കുടിച്ചത് 6.5ക്കാ. ആളുകൾ അത് ബേസിക്കാ. അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ 20 ദിറംസിന്റെ ഒക്കെ ടീസ് അവിടെ ഉണ്ട്, 20-25 ഒക്കെ ദിറംസ് ടീസ്, 27 ഒക്കെ ഉണ്ട്, സിമ്പിൾ ആയിട്ടുണ്ട്. എനിക്കുള്ള ലാസ്റ്റ് ഞാൻ പോയാൽ ഏതോ ഒരു ഔട്ട്ലെറ്റിൽ 9 ആണോ സ്റ്റാർട്ടിങ് എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടോ. ബ്യൂട്ടിഫുൾ ആയിട്ട് കിടിലൻ ലൊക്കേഷനുകൾ. എന്തിന് ഫില്ലിയുടെ ബ്രാൻഡിങ് ഷെയ്ഖ് സായിദ് റോഡ് കൂടെ പോകുമ്പോൾ അവിടെ ഫില്ലിയുടെ ബ്രാൻഡിങ് ഷെയ്ഖ് സായിദ് റോഡില്. നിങ്ങൾ ആലോചിച്ച് നോക്കി അതിൻ്റെ ഒരു ഡെപ്ത്. അതൊരു ബിസിനസ്സിനെ പുള്ളി ബ്രാൻഡ് ചെയ്ത് അതിനെ സ്കെയിലപ്പ് ചെയ്തിട്ട്. കാരണം പുള്ളി യൂറോപ്യൻ കൺട്രീസിലാണ് തുടങ്ങുന്നത്. പുള്ളി ലണ്ടനിൽ എന്തോ ഫില്ലി ഉണ്ട്, ന്യൂയോർക്കിലും എവിടേക്കും ഫില്ലി ഉണ്ട്. എന്താ പറയാ, ഒരു സാധാ കഫ്റ്റീരിയ പറയുമ്പോ ഒരു സാധാ കഫ്റ്റീരിയനെ വാപ്പന്റെ കഫ്റ്റീരിയനെ എടുക്കുന്നു, അത് അടുത്ത ലെവലിലേക്ക് വെറും ഒരു ചായ വെച്ചിട്ടാണ് അവൻ അടുത്ത ലെവലിലേക്ക്. എനിക്ക് തോന്നുന്നത് ഒരു കാലത്ത് ഞാൻ കേട്ട അനുസരിച്ച് 3000-4000 കപ്പൊക്കെ ഒറ്റ ദിവസം അവർ വെക്കായിരുന്നു. അത് ചെറിയ ഔട്ട്ലെറ്റുകൾ കേട്ടോ. ഒറ്റ ഔട്ട്ലെറ്റ് ഇപ്പൊ മൾട്ടിപ്പിൾ ഔട്ട്ലെറ്റ് പ്രീമിയം സ്ഥലങ്ങളിലാ. ലാസ്റ്റ് ഞാൻ പോയപ്പോഴേ ഷാർജ അടുത്തുള്ള സ്ഥലം എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അത്രയും തിരക്കുണ്ട്. എനിക്കൊരു 80 കവറൊക്കെ സീറ്റിംഗ് ഉണ്ടാവും. 80ഓളം അതിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നത്. സീറ്റ് കിട്ടിയില്ല. ഒരു ഫില്ലി കഫേ കണ്ട് നമുക്ക് പ്രൗഡാ മലയാളികൾ. പക്ഷെ ഇമ്പോർട്ടൻ്റ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാല് ബ്രാൻഡിങ് ആണ്. അതേപോലെ തന്നെ അതിന്റെ വേറെ തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്. അതിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാണ്. നമ്മളൊരാൾ ഒരു വ്യക്തി ഇൻവോൾവ് ആയി ഇതാകുമ്പോൾ ഒരു ബ്രാൻഡിന്റെ ഒരു ഫേസ് വരിക എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രാൻഡിന്റെ ഒരു യുണീക്നെസ് ആണ്. അത് മാത്രമല്ല വേറെ ആർക്കും നിങ്ങളെ കോപ്പി ചെയ്യാനും പറ്റൂല. എന്റെ ബ്രാൻഡിന് എന്റെ മോന്ത വെച്ച് കഴിഞ്ഞാല് അതാണ് ആ ബ്രാൻഡിങ്. പിന്നെ എവിടെ കൂടെ മോന്ത കാണുമ്പോൾ ആളുകൾക്ക് ആ മോന്ത അടിച്ചിട്ട് നമുക്ക് വേറെ കുറെ ബിസിനസ് തുടങ്ങുകയും ചെയ്യാം. വളരെ എളുപ്പമാണ്. നമ്മളിപ്പോ എലോൺ മസ്ക് ആണ് ബ്രാൻഡ്. അതെ, എലോൺ മസ്ക് ആണ് ബ്രാൻഡ്. പുള്ളി എന്ത് തുടങ്ങിയോ അതൊക്കെ സ്റ്റാർലിങ്സ് ആയിക്കോട്ടെ, പുള്ളി ചെയ്യുന്ന ടണലിംഗ് ബിസിനസ് ആയിക്കോട്ടെ, പുള്ളി ചെയ്യുന്ന നമ്മുടെ ടെസ്റ്റ് ആയിക്കോട്ടെ, നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നത് എലോൺ മസ്കിനെയാണ്. പുള്ളിന് എന്ത് ചെയ്ത് കഴിഞ്ഞാലും അതിന് ബ്രാൻഡിങ് വരികയാണ്. ഐഫോൺ എന്ത് പൊട്ട സാധനം ഇറക്കി കഴിഞ്ഞാലും അതിന് ബ്രാൻഡിങ്. ഞാനും മേടിക്കും, നിങ്ങളും മേടിക്കും. അപ്പൊ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരാം. ഞാൻ ചോദിക്കാം, ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഞാൻ അത്യാവശ്യം കണ്ടന്റ് ഒക്കെ ചെയ്യുന്ന ഒരു പേഴ്സണൽ ബ്രാൻഡും ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഈ ക്ലൗഡ് കിച്ചൺസിന്റെ കോൺസെപ്റ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെയാണ് അത് വർക്ക്ഔട്ട് ആവുന്നത്? ക്ലൗഡ് കിച്ചന്റെ ഏറ്റവും വലിയൊരു ഞാൻ പറയുന്നൊരു മാർക്കറ്റ് സ്റ്റഡിക്ക് ബെസ്റ്റാണ്. അതായത് നിങ്ങളുടെ സ്ഥലത്ത് പോസിറ്റീവ്സും ഉണ്ട്, നെഗറ്റീവ്സും ഉണ്ട് ക്ലൗഡ് കിച്ചണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു പോസിറ്റീവ് സൈഡ് ക്ലൗഡ് കിച്ചൻ്റെ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു പുതിയൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ് തന്നെ, മേ ബി നിങ്ങളിപ്പോൾ ഒരു ബിരിയാണി ബിസിനസ് നിങ്ങൾ തുടങ്ങുന്നത് ബേസിക് ആയിട്ട്. കാരണം ക്ലൗഡ് കിച്ചൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ലിമിറ്റഡ് മെനു, അല്ലാണ്ട് നിങ്ങളൊരു ഒരുപാട് മെനു വെച്ചിട്ട് ക്ലൗഡ് കിച്ചൺ കറക്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ക്ലൗഡ് ഞാൻ ഇപ്പോൾ പറയുന്നത് ക്ലൗഡ് കിച്ചണിൽ പോയിട്ട് ഞാൻ ഒരു സ്പേസ് എടുത്താൽ പോലെ, അത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഒരു ക്ലൗഡ് കിച്ചണിൽ പോയിട്ട് ഇപ്പൊ ഞാൻ എനിക്കൊരു ബ്രാൻഡ് തുടങ്ങണം, ബിരിയാണി,
ബിരിയാണി ബ്രാൻഡ് തുടങ്ങണം. അപ്പൊ ഞാൻ നോക്കണത് ക്ലൗഡ് കിച്ചണിൽ പോയിട്ട് അവിടെ സ്പേസ് എടുത്തൂടെ നമുക്ക്? അത് പക്ഷെ ക്ലൗഡ് കിച്ചൺ സ്പേസ് കേരളത്തിൽ എവിടെയും ഇപ്പൊ അങ്ങനെ ആയിട്ടുണ്ടോ? എന്റെ അറിവിലില്ല. ബാംഗ്ലൂർ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ക്ലൗഡ് കിച്ചൺ മോഡൽ സെറ്റ് ചെയ്യണം. അപ്പൊ ബാംഗ്ലൂർ ക്ലൗഡ് കിച്ചണ് അങ്ങനെ തന്നെ സ്പേസുകൾ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു സ്വിഗ്ഗിയോ സൊമാറ്റോ ആരോ തന്നെ അതിന് സ്പേസ് ഇറക്കുന്നുണ്ട്. അത് കിച്ചണും എല്ലാ സെറ്റപ്പും അവര് ചെയ്തിടുക. നിങ്ങൾ ബ്രാൻഡ് പോയിട്ട് അവിടെ തുടങ്ങുക. നമുക്ക് തുടങ്ങാം. പക്ഷെ അത് സക്സസ് ആവുന്നതിന്റെ ഓൾറെഡി നിങ്ങൾക്ക് കുറച്ച് പേരുണ്ടെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കണ്ടന്റ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു മോഡലിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാണ്ട് വി ക്യാൻ ട്രൈ ഔട്ട്. അതായത് നിങ്ങളിപ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഓൾറെഡി ആരിത് തുടങ്ങുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഒരു ഇൻഫ്ലുവൻസർ, ഫുഡ് ഇൻഫ്ലുവൻസർ, അത്യാവശ്യം ഞാൻ ഫുഡിന്റെ ഭക്ഷണമൊക്കെ ഇട്ട് ഞാൻ എനിക്ക് സ്വന്തം ഒരു ബ്രാൻഡ് തുടങ്ങണം. അങ്ങനെ ആകുമ്പോൾ ക്ലൗഡ് കിച്ചൺ കോൺസെപ്റ്റ്സ് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ക്ലൗഡ് കിച്ചണിൽ പോയിട്ട് ഒരു സ്പേസ് അങ്ങനെ ജനറലി പറയാം ക്ലൗഡ് കിച്ചൺ. കാരണം നമ്മളിപ്പോ ഈ മെജോറിറ്റി ഇത് കേൾക്കുന്ന ആളുകളും അങ്ങനെ തുടങ്ങുന്ന എന്നുള്ളതിലോട്ടല്ലല്ലോ. നമ്മൾ ജനറലി ഒരു ക്ലൗഡ് കിച്ചൺ എന്നുള്ളതിലോട്ട് വന്നിട്ട് അങ്ങനെ പറയാം. അപ്പൊ ക്ലൗഡ് കിച്ചണിന്റെ ഒരു പോസിറ്റീവ് സൈഡുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ നമ്മുടെ വീട് ഒരു ക്ലൗഡ് കിച്ചൺ ആക്കാം. നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് നമുക്ക് നമ്മുടെ ഒരു കമേഴ്ഷ്യൽ കിച്ചൺ ഒന്നും സെറ്റപ്പ് ചെയ്യാണ്ട്, ഒരു സ്പേസ് റെന്റ് ചെയ്യാണ്ട്, നമ്മൾ ഒരുപാട് ആളുകളെ ഹയർ ചെയ്യാണ്ട് നമുക്ക് തുടങ്ങാന്നുള്ളതാണ്. ക്ലൗഡ് കിച്ചൺ എപ്പോഴും തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ആ ഉണ്ടാക്കാൻ പോകുന്ന സാധനം എന്താന്ന് അത് ഉണ്ടാക്കാൻ അറിയുന്നവരാണ് മോസ്റ്റ്ലി ക്ലൗഡ് കിച്ചൺ തുടങ്ങുന്നത്. അയാൾക്ക് അതിനെ കുറിച്ച്. അല്ലാണ്ട് തുടങ്ങുന്നവരുണ്ട്. ആളെ വെച്ചിട്ടും ക്ലൗഡ് കിച്ചൺ തുടങ്ങും. അത് അതിന്റെ അടുത്ത സ്റ്റേജാണ്. ഞാൻ ഫസ്റ്റ് പറയുന്നത് നമ്മളൊരു ഇൻഡിവിജ്വൽ എന്നുള്ളതിലാണ്. നമ്മൾ ആ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ക്ലൗഡ് കിച്ചൺ നമ്മൾ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. നമുക്ക് നമ്മുടെ വീട്ടിലത്തെ കിച്ചൺ തന്നെ വേണമെങ്കിൽ അവിടെ വീടുണ്ടെങ്കിൽ തന്നെ അതും ക്ലൗഡ് കിച്ചൺ തന്നെയാണ്. അതും ക്ലൗഡ് കിച്ചൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്പേസ് എടുക്കണം എന്നുള്ളതില്ല. കാരണം ഇപ്പൊ ക്ലൗഡ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളൊരു ഓഫ്ലൈൻ അല്ലാണ്ട് ഒരു ഓൺലൈൻ പ്രസൻസിനെയാണല്ലോ നമ്മൾ ക്ലൗഡ് എന്ന് പറയുന്നത്. നമ്മളൊരു ഫിസിക്കലി ഒരു ഇതില്ലാത്തതിനാണ് നമ്മൾ ക്ലൗഡ് ഞാൻ മനസ്സിലാക്കി കൊടുത്തത്. ക്ലൗഡ് എന്ന് പറയുന്നത്. അപ്പൊ അതില് നമ്മൾ വീട്ടിൽ തന്നെ തുടങ്ങുമ്പോൾ ഒന്നാമത്തെ അഡ്വൈസ് നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ട. ശരിയാണ്. നമുക്ക് വേറെ ഈ പറയുന്ന ഓവർ ഹെഡ്സ് ഒന്നുമില്ല. ഓവർ ഹെഡ്സ് പറഞ്ഞാൽ നമ്മുടെ ടൈം ഉള്ളൂ. നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം അത്രേ ഉള്ളൂ. മേ ബി അത് നമുക്ക് ഒറ്റയ്ക്ക് തന്നെ മതി. നമ്മൾ മിസ്സംബിൾ കാര്യങ്ങൾ ചെയ്യാം. നമുക്കൊരു മാർക്കറ്റ് സ്റ്റഡിക്ക് യൂസ് ചെയ്യാന്ന് ഞാൻ പറയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആളുകൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, ഇത് ആളുകൾ ഓർഡർ ചെയ്യുന്നു, നമ്മളിന്റെ ഫീഡ്ബാക്ക് എന്താണ്, എത്രത്തോളം റിട്ടൻഷൻ വരുന്നുണ്ട്, റിപ്പീറ്റഡ് ഓർഡേഴ്സ് വരുന്നുണ്ട് എന്നുള്ളത്. ഇതിന്റെ ഒരു കമേഴ്ഷ്യലി സക്സസ് ആവാനുള്ള ബുദ്ധിമുട്ട് മെയിൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിന്റെ ഡെലിവറി ചാനലാ. കാരണം നമുക്ക് സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ നിങ്ങളൊരു അവരുടെ സർവീസ് ചാർജ് പറഞ്ഞാൽ 30% അധികം. 30% മുകളിലാണ് അവരുടെ 35%. നിങ്ങളൊരു ബാനറും ആഡും കാര്യങ്ങളൊക്കെ റൺ ചെയ്യുമ്പോൾ 40% കമ്മീഷനാണ്. നമ്മളൊരു ഫുഡ് ബിസിനസ്സിൻ്റെ റെസ്റ്റോറൻറ്റിൽ ഒരു ഫുഡ് ബിസിനസ്സിൻ്റെ നമ്മൾ ഫുഡ് കോസ്റ്റ് നിൽക്കണം എന്നറിയുന്നത് നമ്മളൊരു 30% നമ്മൾ ഫുഡ് കോസ്റ്റ് പറയുന്നത്. 30% നമ്മൾ ഫുഡ് കോസ്റ്റ് എടുത്തിട്ട് പിന്നെ ബാക്കിയുള്ള എക്സ്പെൻസ് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 30% ഫുഡ് കോസ്റ്റ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു നെറ്റ് പ്രോഫിറ്റ് 20% താഴെ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ഓൺലൈൻ ഭക്ഷണം നമ്മൾ 30% കമ്മീഷൻ തന്നെയാണ്. അത് മാത്രമല്ല ഓൺലൈനിൽ ഒരു ചലഞ്ച് നമ്മൾ ഓൺലൈൻ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം എന്തിനാണ് നമ്മൾ ഓൺലൈനിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, റേറ്റ് കുറവ് കിട്ടും എന്നുള്ള ഒരു ഫാക്ടർ. ഈസിനെസ് ഉണ്ട്. ഈസിനെസ് എന്നുള്ളത് നമ്മൾ കൺവീനിയൻസ് എന്നുള്ളത് വലിയൊരു ഫാക്ടർ. അതിന്റെ കൂടെ തന്നെ ഓൺലൈൻ നമ്മൾ മേടിക്കുന്നത് നമ്മൾ വില കുറഞ്ഞ ഓൺലൈനിൽ കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ നമ്മൾ ഈ 40% നമ്മൾ കമ്മീഷനും കൊടുത്തിട്ട് നമ്മുടെ ഓൺലൈനിൽ ഈ ക്ലൗഡ് കിച്ചൺ ചെയ്യാന്ന് പറഞ്ഞാല് ഫീസിബിൾ അല്ല, പ്രോഫിറ്റബിൾ അല്ല. അതുകൊണ്ട് ഫീസിബിൾ അല്ല. മാർക്കറ്റ് സ്റ്റഡിക്ക് അടിപൊളിയാണ്. പക്ഷെ നിങ്ങൾ വേറെ സ്ഥലമാണ്, നിങ്ങൾ ഒരു യൂണീക് പ്രൊഡക്റ്റാ ചെയ്യുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. കാരണം നിങ്ങളുടെ പ്രൊഡക്റ്റ് അത്രയും നല്ലതാണ്, യൂണീക് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ സ്ഥലത്ത് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മൾ 40% അവർക്ക് ഡെലിവറി ചാർജ് കൊടുക്കുന്നുണ്ടെങ്കിലും ബാക്കി റെസ്റ്റോറന്റിന്റെ കുറെ ഓവർ ഹെഡ്സ് കുറഞ്ഞു കിട്ടും. ശരിയാണ്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അതിനൊരു ഹ്യൂജ് വോളിയം ചെയ്യുന്ന സമയത്ത് റെസ്റ്റോറന്റ് ചെയ്യുന്ന സെറ്റപ്പ് ഒക്കെ നിങ്ങൾക്കും വേണ്ടി വരും. അതേ സ്റ്റാഫ് വേണ്ടി വരും, അതേപോലെ കമേഴ്ഷ്യലിനുള്ള ഒരു കിച്ചൺ സെറ്റപ്പ് ചെയ്യേണ്ടി വരും, ഒക്കെ വേണ്ടി വരും.
അപ്പൊ ആ സമയത്ത് റെസ്റ്റോറൻറ്റിനേക്കാൾ കൂടുതൽ നമുക്ക് ആകെ നമുക്ക് സർവീസിനുള്ള സാധനങ്ങൾ കുറയും. അതായത് അവിടെ ആളുകൾ വന്ന് ഇപ്പോൾ കൊടുക്കുന്ന നമ്മളൊരു ടിഷ്യൂ മുതൽ ആ കൈ കഴുകുന്ന വെള്ളം മുതൽ സർവീസ് സ്റ്റാഫ് മുതൽ ഓർഡർ എടുക്കുന്ന ആൾ മുതൽ നമ്മളൊരു ഓഫ്ലൈൻ മെനു മുതൽ അവിടെ യൂസ് ചെയ്യുന്ന ക്രോക്കറീസ് മുതൽ ഇങ്ങനത്തെ സാധനങ്ങൾ കുറഞ്ഞു കിട്ടും. പക്ഷെ അത് 40% താഴെ ഉള്ളൂ. അപ്പം നമ്മൾ ഇതും കൊടുത്ത് പിന്നെ ഓഫ്ലൈൻ ആയിട്ടുള്ള ബിസിനസ്സും കോമ്പീറ്റ് ചെയ്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് അത്രയും സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. അല്ല, പ്രൊഡക്റ്റ് ഉണ്ട്, ഞാൻ നല്ലൊരു കണ്ടന്റ് മെഷീൻ ഫോർ എക്സാമ്പിൾ നിങ്ങളെ തന്നെ എടുത്തോളി. നിങ്ങൾ അത്യാവശ്യം നല്ലോണം കണ്ടന്റ് ചെയ്ത് നിങ്ങൾ നാളെ ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. തൽക്കാലം ഞാൻ ഇൻവെസ്റ്റും ചെയ്യില്ല, ഞാൻ മാർക്കറ്റ് സ്റ്റഡി കോഴിക്കോട് നിങ്ങൾ നേരെ സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും പോകുന്നു. അതിൻ്റെ അകത്തൊക്കെ ഇട്ട് നിങ്ങൾ മാർക്കറ്റ് യെസ് നല്ലൊരു ബ്രാൻഡ് ആൾക്കാരൊക്കെ അറിഞ്ഞു. അപ്പൊ നമുക്ക് സ്വന്തമായിട്ടൊരു ആപ്പ് തുടങ്ങിയിട്ട് ചെയ്തുകൂടാ? അപ്പൊ നമുക്ക് ഈ 30-40% കമ്മീഷൻ പോയില്ലേ? ആപ്പ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ എളുപ്പമുള്ള കാര്യമല്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡാണ്. ഫുഡ് പറഞ്ഞാൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 5 minutes കൊണ്ട് നിങ്ങൾ ടേബിളിൽ എത്തുകയാണ് ഒരു റെസ്റ്റോറൻറ്റിനെ സംബന്ധിച്ച്. ശരിയാണ്. ഇത് നമ്മൾ ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ പോലത്തെ ഇതാണെന്നുണ്ടെങ്കിലും 20 minutes മാക്സിമം, ദാറ്റ്സ് ഫൈൻ. സ്റ്റിൽ 20 minutes ഈസ് ഓക്കെ. നമ്മൾ പ്രോപ്പർ പാക്ക് ചെയ്തതൊക്കെയാണ്. കാരണം 20 minutes ഒക്കെ ആയിരിക്കും. കാരണം മാക്സിമം ഒരു 20 minutes താഴെ ആയിരിക്കും വീട്ടിലെത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു സിറ്റിയിൽ എല്ലായിടത്തും റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഡെലിവറി ആളുകൾ വേണം? ഇപ്പോൾ ഒരാള് ഇപ്പൊ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പോ കോഴിക്കോട് നടക്കാവിലാണ്. നടക്കാവുന്ന ഈ സാധനം നമ്മള് ഫറൂഖ് നമ്മൾ ഇങ്ങോട്ട് മാങ്കാവുക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ ഒരു ഡെലിവറി ബോയ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ചെയ്ത് അവനിപ്പോ ഇത് കൊടുത്ത് ഇത് നിങ്ങൾ എത്തിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അവൻ പോയി വരുന്നെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തെ ഒരു ഓർഡർ വന്നിക്കുന്നത് നമ്മൾ നടക്കാവിൽ തന്നെയാണെന്നുണ്ടെങ്കിലും ഡിലേ വന്നു. അല്ല, പക്ഷെ അവിടെ നമുക്ക് ഡെലിവറി പാർട്ട്നേഴ്സിനെ യൂസ് ചെയ്യാം. അതാ പറയുക, ഡെലിവറി പാർട്ട്നേഴ്സിന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സർവീസ് ചാർജ് ഉണ്ട്. നമ്മുടെ ഓൺ പ്ലാറ്റ്ഫോം പറ്റില്ല എന്ന് പറഞ്ഞു. അല്ല, ഓൺ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 2000-3000 രൂപ മാസം കൊടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. സാസ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇനി നമ്മൾ ഒരു ആപ്പ് എടുക്കും, നമ്മൾ സ്വന്തമായിട്ട് ഒരു ആപ്പ് ലോഞ്ച് ചെയ്യുന്നു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു നമുക്ക് ഡെലിവറി ബോയ്സ് വേണം. ഡെലിവറി ബോയ്സിന് വേണ്ടി ഡെലിവറി പാർട്ട്നേഴ്സിനെ എടുക്കുന്നു. അതായത് ഡെലിവറി പാർട്ട്നേഴ്സ് ഈ സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ഒക്കെ ദേ ആർ യൂസിങ് ഡെലിവറി പാർട്ട്നേഴ്സ്. അതായത് അതിന്റെ ഇടയിൽ അവരെ സ്റ്റാഫ് ആയിരിക്കൂല. അപ്പൊ നമ്മൾ ആ ഡെലിവറി പാർട്ട്നേഴ്സിനെ ആക്സസ് ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു ഈ സെയിം കോൺസെപ്റ്റ് ഞാൻ ഖത്തറിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡിലല്ല. അല്ല, നമ്മളിവിടെ അപ്പോ ഫുഡ് ഡെലിവറി പാർട്ട്നേഴ്സ് നമുക്ക് അല്ലാണ്ട് നമുക്ക് അതായത് നമ്മൾ ഫുഡ് കൊടുത്താൽ മതി, അവരുണ്ട് ഡെലിവറി ചെയ്തോളൂ. ഓക്കെ, സ്റ്റിൽ വി നീഡ് ടു പേ എ കമ്മീഷൻ ഉണ്ട്. പക്ഷെ ദാറ്റ് ഈസ് ഈ 20-30% അല്ല. അതായത് പെർ ഡെലിവറി ഒരു കോസ്റ്റ് ഉണ്ടാവും. അറൌണ്ട് 30 ഒരു 5 to 10 കിലോമീറ്റേഴ്സ് റേഞ്ചിൽ ഞാൻ മനസ്സിലാക്കിയത് 30 തൊട്ട് 50 റുപ്യ വരെ ആയിരിക്കും ചാർജ്. അപ്പൊ അവിടെ ആവറേജ് ഓർഡർ വാല്യൂ കൂടിയാൽ മതി. ഇനി ഞാൻ ഇതിന് വേറൊരു സൈഡ് പറഞ്ഞു. എനിക്ക് പോലും ഈ ഒരു സംഭവം ഉള്ളത് അറിയില്ല. പബ്ലിക്കിന് എത്രത്തോളം അറിയും? ഇല്ല, അറിയില്ല. അതാണ് നമ്മൾ ഈ പോഡ്കാസ്റ്റിലൂടെ നമ്മൾ അറിയിക്കാൻ ശ്രമിക്കും. അതായത് അത് മാത്രമല്ല, നിങ്ങൾക്കൊരു ഇതിൽ വേറൊരു കാര്യം സംഭവം വരുന്നത് പറഞ്ഞാല് ആളുകൾ വിശന്ന് കഴിഞ്ഞാലോ ഇതാക്കാനോ സ്വിഗ്ഗി സൊമാറ്റോ എടുക്കുള്ളൂ. നമ്മുടെ ലോക്കലായിട്ട് കമ്മീഷൻ കുറച്ചിട്ട് എന്തോരം ഡെലിവറി ഇതുകൾ വന്നു. ബട്ട് സ്റ്റിൽ അവർക്ക് കൺവേർഷൻ നടക്കാത്ത എന്താ വെച്ചാല് സ്വിഗ്ഗി സൊമാറ്റോക്ക് ഇത്രയും ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും എല്ലാ ഓപ്ഷൻസും എല്ലാവരും ഉണ്ടാവുന്ന സമയത്ത് കമ്പയർ ചെയ്യാനും വിസിബിലിറ്റി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലിടണം. അപ്പൊ നമുക്ക് ബിസിനസ് കിട്ടണമെന്നുണ്ടെങ്കിൽ മറ്റേ എത്രത്തോളം ആളുകൾ ഡൗൺലോഡ് ചെയ്യും? കറക്റ്റ്, ശരിയാണ്. അതാണ് അതിൽ വലിയൊരു ചലഞ്ചാണ്. പക്ഷെ അവിടെ നമ്മളൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്താൽ ആസ് എൻ ഇൻഫ്ലുവൻസർ യു ഹാവ് മോർ ദാൻ 500K ഓർ 1 million മുകളിലുള്ള ഫോളോവേഴ്സ് ഉണ്ട്. അവിടെ നിങ്ങളൊരു യുണീക്ക് ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നു ആൻഡ് യുവർ പ്രൊഡക്റ്റ് ഈസ് അവൈലബിൾ ഇൻ സ്വിഗ്ഗി സൊമാറ്റോ. പക്ഷെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഹോൾ ട്രൂത്ത് ഫുഡ്സിന്റെ വലിയ ഫാനാണ്. കാരണം ക്ലീൻ ഫുഡ് എന്നുള്ളത് ഞാൻ ആദ്യത്തിൽ വാങ്ങിച്ച് ആമസോൺ വഴിയാണ്. പക്ഷെ പിന്നീടൊക്കെ വാങ്ങിച്ചത് അവരെ സ്വന്തം വെബ്സൈറ്റ് വഴിയാ. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതേപോലെയല്ല നമ്മൾ ഫുഡ് ബിസിനസ്സിൻ്റെ എന്ന് പറഞ്ഞ് വരുന്നത്. ഈ പറഞ്ഞ പോലെ ആളുകൾ എപ്പോഴും നമ്മളൊരു ആപ്പ് എടുക്കുന്നു, നമ്മൾ കമ്പയർ ചെയ്യുന്നു, ഇങ്ങനെ നോക്കുന്നു. ആ ഒരു കൺവീനിയൻസ് എന്നുള്ളതും പിന്നെ മേ ബി ഫ്യൂച്ചറിൽ ചേഞ്ച് ആവും. കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ സംഭവങ്ങൾ ഇത്രയും കോമൺ ആവുന്ന സമയത്ത് കറക്റ്റ് കോമൺ ആവുന്നത്. കാരണം നമ്മുടെ ഇപ്പൊ ഒരുപാട് റെസ്റ്റോറൻറ്റുകൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ആപ്പ് ഉണ്ട്.
നമ്മൾ അതുവഴി ഒന്നും ഓർഡർ ചെയ്യലില്ലല്ലോ. ശരിയാണ്. പക്ഷെ അവിടെ ഒന്നും അവർ കണ്ടന്റ് ചെയ്യുന്നില്ല. അതാ പറഞ്ഞേ. അപ്പൊ ഇത് ആളുകളിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ്. എക്സാക്ട്ലി. ആളുകളിലോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്, നമുക്ക് ഇത്രയൊന്നും ഇല്ലാണ്ട്. പക്ഷെ ഇതൊരു സംഭവിക്കാൻ പോണ വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇതൊരു ബിസിനസ്സാ. എന്ത് ബിസിനസ് എങ്ങനെയാണ്? ഡിമാൻഡ് കൂടുമ്പോ ഇപ്പൊ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും ആദ്യം ചാർജ് ചെയ്തിരുന്നല്ല, പിന്നെ ശരിയാണ്. അപ്പൊ ഇതേപോലെ തന്നെ നമ്മളൊരു ടീമിനെ റിലേ ചെയ്യുന്നു, അതിന് ഡിമാൻഡ് കൂടുന്ന സമയത്ത് അവരും ഇതിന്റെ ചാർജസ് എല്ലാം കൂട്ടും എന്നുള്ളതൊരു സത്യം. ഞാൻ നോക്കുന്നത് ഈ ഒരു മോഡല് ആൾക്കാർക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഐ എം ഗോയിങ് ടു ട്രൈ ഇറ്റ് വിത്ത് എ ഫ്യൂ റെസ്റ്റോറൻറ്റ്സ്. ആഫ്റ്റർ ദിസ് പോഡ്കാസ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഫുഡ് ട്രക്ക് ബിസിനസ്സിലേക്ക് വരാം. എന്താണ് ഫുഡ് ട്രക്ക് ബിസിനസ്സിനെ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് നിങ്ങളൊരു പോസ്റ്റിന്റെ അടിയിൽ വരെ ഞാൻ ഫുഡ് ട്രക്ക് ബിസിനസ്സിനെതിരെ കമന്റ് ഇട്ടു. അതും ഈ പറഞ്ഞിരുന്നു വയബിൾ അല്ല. അതിനുള്ള കാര്യം ഒരു മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റിന്റെ ഒരു ചോദ്യം അങ്ങോട്ട്, എന്തിനാണ് നമ്മൾ ഫുഡ് ട്രക്കിൽ തുടങ്ങുന്നത്? ഒരു ആൾക്കാർക്കൊരു ഹരമാണ് ഫുഡ് ട്രക്കിന് ഫുഡ് വാങ്ങിക്കുക. ഫോർ എക്സാമ്പിൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ എക്സിറ്റ് 5 നിങ്ങൾ പോയിട്ട്, എക്സിറ്റ് 5 ആണോ എക്സിറ്റ് എന്തോ ഒരു എക്സിറ്റ്, ഓക്കെ. അവിടെ ഒരു രസമാണ് ആൾക്കാർക്ക് അവിടെ പോയി കഴിക്കാൻ. അപ്പം ആ ഒരു വൈബ്, കണ്ടന്റ് ആൾക്കാർക്ക് പോസ്റ്റ് ചെയ്യാം, ഈ സാധനങ്ങളൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പൊ എന്താണ് ആ ഫുഡ് ട്രക്ക് ബിസിനസ്? അതല്ലാണ്ട് ഞാൻ ഫസ്റ്റ് ഉത്തരങ്ങൾ തന്നെ പറയും. അതിനാണ് ചോദിക്കുന്നത്, അതിന്റെ ആവശ്യകത എന്താണ്? ഫുഡ് ട്രക്ക് എന്തുകൊണ്ട് നമ്മൾ ഫുഡ് ട്രക്ക് തുടങ്ങണം? ഈ ഗ്ലാമർ മാത്രമേ ഉള്ളൂ? എന്തായിരിക്കും ഫുഡ് ട്രക്ക് ബിസിനസ്? എന്തുകൊണ്ടാണ് ആളുകൾ ഫുഡ് ട്രക്കിനെ കുറിച്ച് ചിന്തിക്കുന്നത്? ഗ്ലാമർ ഇസ് കാരണം എല്ലാവരും, ഞാൻ മനസ്സിലാക്കണത്തോളം എല്ലാവരും ഫുൾ ടൈം ഇപ്പോൾ ഫോണിലാണ്. ഒന്ന് ബിസി, പിന്നെ ബോറടിച്ചാൽ അപ്പം തന്നെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്യും. ഈ ഫുഡ് ട്രക്ക് ബിസിനസ്സിലുള്ള ഒരു ഗുണം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് നല്ലോണം കണ്ടന്റ് വരും. ആൾക്കാർ ഞാൻ ഇവിടെ പോയി, ഇന്ന ഫുഡ് ട്രക്ക് പോയി, നല്ല രസമുണ്ട്. മീൻസ് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വന്നിട്ടുണ്ട്, എന്തോ ലേസ് പൊളിച്ചിട്ട് അതിൻ്റെ അകത്ത് കുറേ സാധനങ്ങൾ ഇട്ട്. അപ്പോൾ ഞാനിപ്പം കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുഡ് ട്രക്ക് ബിസിനസ് നല്ല സെക്സിയാണ്, കുറേ കണ്ടന്റ് കയറിക്കോളും, ഇത് നമുക്ക് എവിടെ കൊണ്ടുപോയി ഇടാം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. എന്താണ് ആ ഒരു ഏരിയയിൽ നിങ്ങളെ എക്സ്പീരിയൻസ് അല്ലെ നിങ്ങൾക്ക് അറിയുന്നത്? നിങ്ങൾ ആദ്യം പറഞ്ഞൊരു പോയിന്റ്, ഫസ്റ്റ് പറഞ്ഞു ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് ഒരു കൗതുകമുണ്ട് കാണാന്. അവിടെ കൊണ്ടുപോയിട്ടാ മേ ബി ആളുകൾ വന്നതിന്റെ വീഡിയോ ഇടും, ഫോട്ടോ ഇടും എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഒരു തവണ സംഭവിക്കുള്ളൂ. ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരു തവണ അയാളത് ചെയ്യുള്ളൂ. അതിലപ്പുറം ആ ഫാൻസി എന്നുള്ള സംഗതി, എത്ര കോടികൾ ഇൻവെസ്റ്റ് ചെയ്തൊരു റെസ്റ്റോറൻറ്റ് ഇന്റീരിയർ ആണെങ്കിലും ഒരു 1, 2, 3 വട്ടം നമ്മൾ പോകുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. പിന്നെ നമ്മളത് ലീസ്റ്റ് ബോധേടാം. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു മേ ബി ഒരു ഇനീഷ്യൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിലപ്പുറം നമുക്കിത് ഭയങ്കരമായിട്ട് എന്നും ആളുകളെ ആ ഒരു ഫാക്ടർ വെച്ചിട്ട് ഡ്രൈവ് ചെയ്യാൻ കഴിയില്ല. അല്ല, പ്രൊഡക്റ്റ് നല്ലതാണെങ്കിലോ അവർ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണ് അല്ലെ? ഓക്കെ, ഇനീഷ്യലി ആളുകളോട്ട് എത്തിക്കുക എന്നുള്ളതേ ഇതുള്ളൂ. അപ്പൊ പ്രൊഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് ട്രക്കല്ല, നമ്മൾ എവിടെ തുടങ്ങിയാലും പോകില്ല, റൂം എടുത്തോടും ചെയ്തോടെ. അല്ല, നമുക്ക് ഇത് എവിടെ പോയിട്ടും എവിടെയും ലൊക്കേറ്റ് ചെയ്യാലോ. നമ്മൾ വെറുതെ റൂമും കാര്യങ്ങളും ഹണ്ട് ചെയ്ത് വെറുതെ സമയം കളയല്ല, നമ്മളെ കുറെ ടൈമും എനർജി അയിമേൽ കളയണ്ടല്ലോ. ഇത് നമുക്ക് എവിടെ പോയിട്ടും സെറ്റപ്പ് ചെയ്തുകൂടെ? നമുക്ക് എവിടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റില്ലേ? എവിടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് എവിടെ ഫുഡ് ട്രക്ക് ഇടാം? സരോവരം ഏരിയയില് അല്ലെങ്കിൽ നടക്കാവ് ഏരിയയില് അവിടെ ഫുഡ് ട്രക്ക് ഇട്ടിട്ട് ഈ ഒരു സാധനം, അല്ലെങ്കിൽ ബീച്ച് ഏരിയയില് ഫുഡ് ട്രക്ക് ഇട്ടിട്ട് നമുക്കിത് സെറ്റപ്പ് ചെയ്തൂടെ? ബീച്ചിൽ നിങ്ങൾ എവിടെ ഇടും? ബീച്ചിൽ അവിടെ ബീച്ച് പാർക്കിംഗ് ലോട്ട് ഉണ്ട്, മുനിസിപ്പാലിറ്റിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ബിസിനസ് വയബിൾ ആവുമോ? ഒന്നാമത്തെ പ്രശ്നം, നേരത്തെ ഫുഡ് ട്രക്കിലെ ചാലഞ്ചസ് പറഞ്ഞുതരാം. നേരത്തെ ഇതിനൊരു വ്യക്തമായിട്ട് ഇതെങ്ങനെയാണ് എന്നുള്ള പോലും ഉണ്ടായിരുന്നില്ല. ഈ അതിനുള്ള വണ്ടി എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക, അതിന്റെ പെർമിറ്റ് എടുക്കണമല്ലോ നമുക്ക്. ഒരു വണ്ടി എന്ത് പേർപ്പസിനാന്നുള്ളത്. ഇപ്പൊ മൊബൈൽ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് എടുക്കാം. മൊബൈൽ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ട് വണ്ടിയുടെ RC തന്നെ നമുക്ക് മൊബൈൽ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. പക്ഷെ ഇതിൽ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എന്താണോ ഫുഡ് ട്രക്കിന്റെ നമ്മൾ കൺവീനിയൻസ് കാണുന്നേ അതന്നെ നമ്മുടെ അവിടുത്തെ സാഹചര്യം വെച്ചിട്ടൊരു പ്രശ്നമാണ്. ഇത് എവിടെയും കൊണ്ടുപോയി നമുക്ക് ഇടാൻ പറ്റൂല. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ബീച്ച് എന്ന് പറഞ്ഞു,
കോഴിക്കോടുള്ള ആ ഒരു ബീച്ചാ, കറക്റ്റ്. എത്ര ഫുഡ് ട്രക്ക് ഇടാ, ഉം. എത്ര അങ്ങനെ വേറെ എവിടെയൊക്കെ ബീച്ചുണ്ട്. കൊച്ചിയിൽ പോലും മര്യാദക്ക് ബീച്ചില്ല. ശരിയാണ്, കൊച്ചിയിൽ ഫോർട്ട് കൊച്ചി ബീച്ച് പറഞ്ഞാൽ ഒന്നുമില്ല. ശരിയാണ്. അപ്പൊ ബീച്ച് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എടുത്തതിന് എത്ര ബീച്ചുണ്ട് ഇടാൻ പറ്റുന്നത്? ബീച്ച് ആവാം, IT പാർക്സ് ആവാം. മീൻസ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ബീച്ചിൽ ഇടുകയാണെങ്കിൽ പോലും അവിടെ നമുക്ക് അതിന് ആരാണ് ഇതിന് പെർമിഷൻ കൊടുക്കേണ്ടത് എന്നുള്ളതിന് വ്യക്തമായ ധാരണയും കാര്യങ്ങളും ഇല്ല. ഈ ഒരു ഫുഡ് ട്രക്കിന് ഇതിന്റെ എവിടെ ഇത് പെടുന്നത്? നമ്മളിപ്പോ ഒരു മുനിസിപ്പാലിറ്റിന്റെ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അതിനുള്ള ഒരു വ്യക്തമായിട്ട് ഇതിന് എന്ത് ലൈസൻസ് എടുത്ത് ആ ഒരു സ്ഥലം കൊടുത്ത് അല്ലെങ്കിൽ അതിന് റെന്റ് കൊടുത്ത് അപ്പോഴേലുള്ള അതിനൊരു ഇത് വരുന്നേ. അതിന് വ്യക്തമായിട്ടൊരു രൂപരേഖ വേണം. അതില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ വ്യക്തമായിട്ട് ഫുഡ് ട്രക്കിന് കൊടുക്കുക. നമ്മളിപ്പോ വെറുതെ നമ്മളൊരു പെട്ടിക്കട ഇടുന്ന പോലത്തെ അത് വേറെ സംഗതിയാണ്. തെരുവ് കച്ചവടം എന്ന് പറഞ്ഞിട്ടും എന്തൊക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. സ്ട്രീറ്റ് വെൻഡേഴ്സിന് സംഭവമുണ്ട്. പക്ഷെ ഫുഡ് ട്രക്ക് ആ കാറ്റഗറിയിലോട്ടല്ല പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു വ്യക്തമായിട്ടില്ല. ഈ പറഞ്ഞ പോലെ നിങ്ങൾ IT പറഞ്ഞു, എക്സ്പ്രസ് ഹൈവേയില് കൊച്ചി ഇൻഫോ പാർക്ക് എക്സ്പ്രസ് ഹൈവേയില് ഇതേപോലെ ഫുഡ് ട്രക്ക് ഇട്ടിരുന്നു. നമ്മൾ പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അസോസിയേഷനുള്ള കാര്യങ്ങൾ വന്നിട്ട് ഇവിടെ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് വേയിൽ ഇട്ട് ഞാൻ അറിയുന്ന ടീമിന്റെ ഫുഡ് ട്രക്ക് മാറ്റി ഇടിപ്പിച്ചിട്ട് എവിടെ ഇടാൻ സമ്മതിക്കൂല. ഒന്നാമത്തെ പാര, നിങ്ങളിപ്പോ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാല് അതിന്റെ അപ്പുറത്തെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് സമ്മതിക്കൂല. അവരുടെ ബിസിനസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. രണ്ടാമത് എന്തെങ്കിലും ഒരു സ്ഥലത്ത് വഴി മുടക്കം കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഇടുന്ന ഇത് എവിടെ കൊണ്ടുപോയി ഇടും എന്നുള്ള പ്രശ്നം. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളിവിടുത്തെ ക്ലൈമറ്റ്, പൊടി, ചൂട്. ആളുകൾക്ക് ഒരു ഫുഡ് ട്രക്ക് എന്ന് പറയുമ്പോൾ അവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാവില്ല. പ്രോപ്പറായിട്ട് ഇരുന്ന് കഴിക്കണമെങ്കിൽ ഒരു സൗകര്യം വേണമല്ലോ. ശരിയാണ്. ഒരു ഫുഡ് ട്രക്ക് എന്ന് പറഞ്ഞാൽ ഈ പൊടിയും നമ്മളിവിടുത്തെ ചൂടും ഒച്ചപ്പാടും ഒരു സമാധാനം എന്ന് പറയുന്ന പോലത്തെ ഉണ്ടാവില്ല. ഓക്കെ, നമ്മളിപ്പോ ഒരു ബജ്ജിയും ഇതും കൊടുക്കാൻ നമ്മൾ ഫുഡ് ട്രക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്. അതിന് നമുക്ക് തട്ടുകടകൾ പറഞ്ഞിട്ട് റോഡ് സൈഡിൽ ദോശയും കൊടുക്കാനുണ്ട്. അതിന് നമ്മൾ ഫുഡ് ട്രക്ക് ആയിട്ട് കാണുന്നില്ല നമ്മള്. ശരിയാണ്. അതൊരു ഫുഡ് ട്രക്ക് എന്ന് നമ്മൾ പറയാൻ പറ്റില്ല. അതൊരു വണ്ടിയിൽ കൊടുക്കുന്നു, അതൊരു തട്ടുകടയാണ്. അതും ഫുഡ് ട്രക്ക് എന്ന് പറയുന്നത് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ഒരു ക്ലൈമറ്റ് വെച്ചിട്ട് അതൊരു ഗ്രാബ് ചെയ്തിട്ട് ഒരു പാർക്കിൽ പോയി കഴിക്കലോ അങ്ങനത്തെ അല്ല നമ്മുടെ രീതി. ഇപ്പൊ പുറം രാജ്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, എത്ര പോപ്പുലേഷൻ ഡെൻസിറ്റി ഇല്ല. ഇപ്പൊ ഒരു ബീച്ചുകളാണെങ്കിലും പാർക്കുകളാണെങ്കിലൊക്കെ അവിടെ ഒരുപാട് സ്ഥലങ്ങളിൽ ഫെസിലിറ്റീസ് ഉണ്ട്. ആള് ഇങ്ങനത്തെ പോയി വാങ്ങിക്കുന്നു, കഴിക്കുന്നു. പിന്നെ വേറൊരു കാര്യങ്ങളെന്ന് പറഞ്ഞാല് നമ്മുടെ ടൈപ്പ് ഓഫ് ഫുഡ് ട്രക്കിൽ എന്ത് ഫുഡ് കൊടുക്കും എന്നുള്ളൊരു ചലഞ്ചാ. കാരണം നമുക്ക് ഈ ഗ്രാബ് ആൻഡ് ഗോ എന്ന് പറയുന്ന ടൈപ്പ് ഫുഡുകൾ നമുക്ക് ഭയങ്കര കുറവാ. പുറത്താണെങ്കിൽ ആളുകൾ ഒത്തിരി സൂപ്പ് കഴിക്കും, സാൻഡ്വിച്ചസ് ഉണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഫുഡ് ട്രക്കുകളിൽ സെല്ല് ചെയ്യുന്നത് നമുക്ക് മേ ബി എവിടെയെങ്കിലും വന്നിട്ട് വേണമെങ്കിലും വെറുതെ ഒരു നിന്ന് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങള് ഗ്രാബ് ചെയ്ത് നമുക്കിങ്ങനെ ബൈറ്റ് എടുക്കുക, കുടിക്കുക, അങ്ങനത്തെ സാധനങ്ങളാ. പക്ഷെ നമ്മളിവിടുത്തെ ഭക്ഷണങ്ങൾ ഭയങ്കര മെസ്സി, നമുക്ക് കറി ഒഴിച്ച് കഴിക്കണം, ഇങ്ങനത്തെ സംഗതികൾ വരുമ്പോ നമ്മളൊരു പൊറോട്ടയും കറികളും ഇത് തട്ടുകടകൾ ഒരു നിങ്ങൾ പറഞ്ഞ സാൻഡ്വിച്ച് എന്നുള്ളതിലൊക്കെ പിന്നെയും ഓക്കെയാണ്. പക്ഷെ അതിന് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്തിട്ടൊരു ഫുഡ് ട്രക്ക് എന്നുള്ള പോലെ അങ്ങനെ തുടങ്ങേണ്ട ആവശ്യമില്ല. നമ്മളൊരു നോർമൽ ഒരു സെറ്റപ്പിൽ മതി. അപ്പോഴും പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളടുത്ത ആളുകൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു റിലാക്സേഷൻ എന്റർടൈൻമെന്റ് എന്നുള്ള സാധനം കൂടെ ഉണ്ട്. ഫുഡ് ട്രക്കുകളിൽ ബർഗേഴ്സ് സാൻഡ്വിച്ചൊക്കെ കൊടുക്കും, പിസ്സ കൊടുക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിവിടെ പിസ്സയും ബർഗേഴ്സും കഴിക്കുന്ന എവിടെ? ഒരു കഫേ പോയിട്ടാ. ഒരു കഫേ പോയിട്ട് അവിടെ റിലാക്സ് ചെയ്ത് നമ്മളെ ഫ്രണ്ട്സായിട്ട് ഒരു ഹാങ് ഔട്ട് ചെയ്യുന്നൊരു സ്പേസ്. അവിടെ നമ്മൾ ഫ്രണ്ട്സായിട്ട് നമ്മളൊരു കുറച്ചേരം ഇരുന്ന് സംസാരിച്ച് അങ്ങനെയാണ് നമ്മൾ കഴിക്കുന്നത്. അവിടെ നമുക്ക് കൺവീനിയൻസും നമുക്ക് അവിടെ AC ഉണ്ട്, ഇതുണ്ട്. പക്ഷെ നമ്മൾ ഇവിടുത്തെ സംബന്ധിച്ച് നമ്മുടെ ഒരു ക്ലൈമറ്റ് വലിയ പ്രശ്നമാണ്. പൊടികളും കാര്യങ്ങളും. പുറത്തിരുന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കാനോ അത് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലൈമറ്റ് തന്നെ നമുക്കില്ല. പിന്നെ മൂവ് അറൗണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതൊന്നും എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇടാനോ ഇത്ര ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനോ ഉള്ള സൗകര്യങ്ങളില്ല. ഇപ്പൊ തട്ടുകടകൾ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് അവിടെ റേറ്റ് കുറഞ്ഞോണ്ടാ. അല്ലെങ്കിൽ നമ്മൾ ഇരുന്ന് കഴിക്കണം എന്നുള്ളതാണ്. അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഓക്കെ, മൂവ് അറൗണ്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കുന്നു, മൂവ് അറൗണ്ട് ചെയ്യാൻ ചിലപ്പോൾ പറ്റിക്കൊള്ളണമെന്നില്ല. പക്ഷെ നമ്മളൊരു സ്റ്റേഷനറി പൊസിഷനിൽ കുറച്ചൊരു ഫുഡ് ട്രക്ക് ഒരു സെറ്റപ്പിൽ, പിന്നെ തട്ടുകടല്ല, ഒരു നല്ലൊരു സെറ്റപ്പിൽ നമുക്ക് സ്റ്റേഷനറി ഫുഡ് ട്രക്സ് ചെയ്യാൻ പറ്റുമോ?
അല്ല, സ്റ്റേഷനറി ഫുഡ് എന്ത് ഫുഡാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്? പൊറോട്ട സാൻഡ്വിച്ച്, സംതിങ് ലൈക്ക് ദാറ്റ്. പോസിബിൾ. കാരണം നമ്മൾ അങ്ങനത്തെ കുഞ്ഞു സാധനങ്ങൾ പ്രശ്നമില്ല. ഫുഡ് ട്രക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഒരു സാൻഡ്വിച്ച് കൊടുക്കുന്നില്ല. കാരണം ഒരുപാട് ഇപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈ പോയാലും ബാംഗ്ലൂർ ഒരുപാട് ഷവർമ ജോയിന്റുകൾ ഇതിലുണ്ട്. ഫുഡ് ട്രക്ക് മോഡലുണ്ട്. ഫുഡ് ട്രക്ക് അല്ല, ആക്ച്വലി ഇറ്റ്സ് ബേസിക്കലി ഒരു പെറ്റോ ട്രഷ. കാരണം അതിന്റെ ആവശ്യമുള്ളൂ. കാരണം അവിടെ ഒരു പ്രപ്പും ചെയ്യാനില്ല. കാരണം അവനൊരു റൂം ഉണ്ടാവും, ആ റൂമിൽ ഇതിന്റെ മാരിനേഷനും കാര്യങ്ങളൊക്കെ അവിടുന്ന് ചെയ്യുന്നു. ഇവിടെ ഒരു പെറ്റിയോ ഡ്രസ്സിന്റെ പാക്കിൽ അവനൊരു ഷവർമയുടെ അടുപ്പ് വെക്കുന്നു, ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്നു, കഴിഞ്ഞു. പക്ഷെ ഒരു പ്രോപ്പർ ഫുഡ് ട്രക്ക് എന്ന് പറയുന്നത് അതല്ല. നമ്മളൊരു ഫുഡ് ട്രക്ക് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അവിടെ കുക്കിംഗ് റേഞ്ചുകളും കാര്യങ്ങളും. ഷെഫ് എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. ഏതാണ്? ഇംഗ്ലീഷാ. നമ്മള് ഫുഡുമായിട്ട് ബേസ് ചെയ്യുന്നതിൽ ഏറ്റവും അടിപൊളി സിനിമ എന്ന് പറയുന്ന ഒരു സിനിമ. അത് കണ്ടാൽ എന്താണ് ഫുഡ് ട്രക്ക് എന്നുള്ള മനസ്സിലാവും. കാരണം അതിൽ പ്രോപ്പർ പ്രെപ്പ് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അവർ മൂവ് അറൗണ്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അതിലും അവർ പാർക്ക് ചെയ്യുന്നതിന് അങ്ങനത്തെ പല ചാലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഒരു സാഹചര്യം നമ്മുടെ ഫുഡ്, നമ്മുടെ ഇവിടുത്തെ നിയമങ്ങൾ ഒരു പ്രശ്നമാണ്. നമ്മളിവിടുത്തെ ക്യുസീൻ ഒരു പ്രശ്നമാണ്. നമ്മളിവിടുത്തെ ഈ പറഞ്ഞ പോലെ ക്ലൈമറ്റ് ഒരു പ്രശ്നമാണ്. ഇതൊക്കെ പല പല ഫാക്ടേഴ്സ് എല്ലാം മാച്ച് ചെയ്യണം. ഇങ്ങനെ ഏതെങ്കിലും ഫുഡ് ട്രക്ക് ബിസിനസ് കേരളത്തിൽ ഇപ്പൊ ഉണ്ടോ? എന്റെ അറിവിലില്ല. അത് ഞാൻ പറഞ്ഞുതരാം. നമ്മളിവിടെ കോഴിക്കോട് പറയണ ഇക്കായസ് ഫുഡ് ട്രക്ക് ആയിട്ടാണ് തുടങ്ങിയത് ഫസ്റ്റ്. ശരി. ഇക്കായസ് ഒരു എന്റെ ഓർമ്മയില് ഇക്കായസ് ഫുഡ് ട്രക്ക് ആയിട്ടാണ് തുടങ്ങിയത്. ഒരു വലിയ ടെമ്പോ ട്രാവലർ അങ്ങനെ എന്തോ സെറ്റപ്പിലാണ് അവർ തുടങ്ങിയത്. എന്നിട്ട് അവർ എന്നെ റെസ്റ്റോറന്റ് ഒക്കെ ആയിട്ട് മാറ്റിയത്. അതേപോലെ കൊച്ചിയിലാണെങ്കിൽ ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞൊരു കഫേ, അവര് ഫസ്റ്റ് ഫുഡ് ട്രക്ക് ആയിട്ടാണ് തുടങ്ങിയത്. എന്നിട്ട് മാറ്റിയിട്ടാണ് അവര് ആദ്യം ചെറിയൊരു കഫേ ഇട്ടു, പിന്നെ വലിയൊരു കഫേ ആയിട്ട് തുടങ്ങി. ഒരുപാട് ഫുഡ് ട്രക്ക്. ഇപ്പൊ ഗോർമേ എന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് ട്രക്ക് തുടങ്ങിയിരുന്നു, പൂട്ടിപ്പോയി. അത് ഭയങ്കരമായിട്ട് ഫുഡിനെ അറിയുന്ന ഒരു ടീമായിരുന്നു. ഒരുപാട് മാർക്കറ്റ് ചെയ്തൊക്കെ ചെയ്തു, സക്സസ് ആയില്ല. പിന്നെ 7 കറീസ് ആൻഡ് പിക്കിൾസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഡോക്ടർ ഉണ്ട്, മെഡിക്കൽ കോളേജത്തെ ഡോക്ടറാ, അല്ല കൊച്ചി. മൂപ്പര് പാഷനേറ്റ് ആയിട്ട് തുടങ്ങിയതാണ്, പൂട്ടിപ്പോയി. സത്യം പറഞ്ഞാല് നമ്മളോട് ഒരുപാട് ഫുഡ് ട്രക്കുകൾ പലതും പല ടൈപ്പ് ഫുഡ് തുടങ്ങിയതാ. ആർക്കും സക്സസ് ആകാൻ പറ്റില്ല. പക്ഷെ കേരളത്തിൽ സക്സസ്ഫുൾ ആയിട്ട് ഓടുന്നൊരു ഫുഡ് ട്രക്ക് ഉണ്ട്, താരാന്നുണ്ട്. കോഫി അവര് ചെയ്യുന്നത്. അത് പ്രശ്നമല്ല. താര കോഫി അവിടെ കിച്ചൺ വേണ്ട, ഒന്നുമില്ല. അവരൊരു കോഫി മെഷീൻ മാത്രം വെച്ചിട്ടാ. അതൊന്നുമില്ല. ഫുഡ് ട്രക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അവരൊരു ടെമ്പോ ട്രാവലറാ. അതിന്റെ ഒരു സൈഡ് കട്ട് ചെയ്തു, അവരുടെ കോഫി മെഷീൻ ഉണ്ട്, കോഫി ബ്രൂ ചെയ്യുന്നു. അവർ സ്ഥിരം പാർക്ക് ചെയ്യുന്നത് നമ്മൾ ഇവിടെയാണ്, മറൈൻ ഡ്രൈവിന്റെ വാക്ക് വേ എന്ന് പറഞ്ഞിട്ട് അവരാണ്. കാരണം അവിടെ അങ്ങനത്തെ ഒരുപാട് ചെറിയ ചെറിയ സ്റ്റോളുകളുണ്ട്, ഫുഡ് സ്റ്റോളുകൾ ഉണ്ടാക്കിയിട്ടാണ്. പക്ഷെ ഇവരൊരു തരത്തിൽ നിർത്തി ആസ് എ സ്റ്റോൾ. കാരണം അതിനായിട്ടുള്ള ഒരു ക്രൗഡ് അങ്ങോട്ട് ഒത്തിരി വരുന്നുണ്ട്. ആ ഒരു രസം, ആ ഒരു ക്രിയേറ്റിവിറ്റി അവിടെ ഉണ്ട്. പക്ഷെ അവര് സ്റ്റേഷനറി ഫുഡ് ട്രക്ക്. അതെ, കാരണം അവര് ടെമ്പോ, അവർ വണ്ടി ഓടുന്ന വണ്ടിയാണത്. മനസ്സിലായി. അവർ ആദ്യം പല സ്ഥലത്തും ഉണ്ടായി. പക്ഷെ ആ ഒരു പ്ലേസിൽ ഇപ്പൊ ഒരുപാട് സ്ഥലത്തുള്ളൊരു നമ്മളിപ്പോ പുതിയൊരു ട്രെൻഡാണ്. ഒരു ഏരിയ എടുത്തിട്ട് അവരെ പല പല ബ്രാൻഡുകൾ ഒന്നിച്ചു തുടങ്ങാം. ഒരു ഓപ്പൺ ഫുഡ് കോർട്ട്, ഒരു ഓപ്പൺ ഫുഡ് കോർട്ട് എന്നുള്ള പോലെ ആ ഒരു കോൺസെപ്റ്റിന് പാർട്ടായിട്ടാണ്. അല്ലാണ്ട് നമ്മളവിടെ ഒരു ഫുഡ് ട്രക്കിന് സക്സസ് ആവാൻ പറ്റിയിട്ടില്ല. എല്ലാവർക്കും മൾട്ടിപ്പിൾ റീസണും ഉണ്ട് നിർത്തിപ്പോണ്. ഇപ്പൊ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഫുഡ് ട്രക്ക് അതൊക്കെ QSR, ക്വിക്ക് സർവീസ് റെസ്റ്റോറന്റ്. നമ്മൾ വരുന്നു, ഗ്രാബ് ആൻഡ് ഗോ. അതിൽ കൂടുതൽ ഒന്നുമില്ല. അവിടെ ജഗബോഗ സംഭവങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല. ഇല്ല. നിങ്ങൾ ഇപ്പം കുറെ റെസ്റ്റോറൻറ്റുകൾക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും അതിന്റെ ഞാൻ ഇത്രയും ഒരു റെസ്റ്റോറൻറ്റ് ഇത്രയും റവന്യൂ ഉണ്ടാക്കി കൊടുത്ത് എപ്പോഴെങ്കിലും മെഷർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു കണ്ടന്റ് കാരണം എനിക്ക് ഈ റെസ്റ്റോറൻറ്റിൽ ഇത്രയും കൂടുതൽ ബിസിനസ് ഉണ്ടായി? ഇല്ല, അങ്ങനെയല്ല. നമുക്ക് ചിലർ നമ്മൾ വിളിച്ചിട്ട് ഓക്കെ ഇത്ര ചേഞ്ച് ഉണ്ട് എന്നുള്ളത് നമ്മളോട് പറയുന്നതല്ലാണ്. പിന്നെ ഞാൻ മനസ്സിലാക്കാറുണ്ട് ഞാൻ എത്രത്തോളം എന്ത് ഡിഫറൻസ് വന്നു, എങ്ങനെയുണ്ട് സെയിലുണ്ട്, എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് ഉണ്ട്, എത്രത്തോളം ആ ഒരു കാര്യങ്ങൾ. ഇപ്പോൾ ഞാനൊരു കോഫിയുടെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു കൃഷ്ണ കോഫി എന്നുണ്ട് പാലക്കാടുള്ള. ഒരു വർഷങ്ങളായിട്ട് പാരമ്പര്യമായിട്ട് അവർ ആദ്യം വീട്ടിലിരുന്നിട്ട് ആദ്യം കാപ്പിപ്പൊടി വെറുതെ പാക്ക് ചെയ്തിട്ട് തുടങ്ങിയതാ.
പിന്നെ ചെറിയ രീതിയിൽ റോസ്റ്റ് ചെയ്ത കാപ്പി മേടിച്ച് പിന്നെ പൊടിച്ചു കൊടുക്കാൻ തുടങ്ങി. ഇങ്ങനെ അവരിപ്പോൾ നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. വലിയ ടീമുകൾക്കൊക്കെ അവർ കോഫി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. വൈറ്റ് ലേബിളിംഗ് ചെയ്ത് അവരുടെ ഓൺ ബ്രാൻഡിലുണ്ട്. അപ്പോൾ കൃഷ്ണ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ കോഫിയിൽ കേരളത്തിൽ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്യുന്ന ബ്രാൻഡാണ്. അവർക്ക് ഓൺലൈൻ പ്രസൻസേ ഉണ്ടാകുന്നില്ല. അധികവും പാലക്കാട് നിങ്ങൾ ഏത് അങ്ങനത്തെ ഫിൽറ്റർ കോഫിക്ക് ആ സൈഡിലാണല്ലോ ഉള്ളത്. എവിടെ പോയാലും കൃഷ്ണയുടെ ഉണ്ടാവുക, അറിഞ്ഞില്ല. അപ്പൊ ഞാൻ അവർക്ക് ഒരു ബ്രാൻഡിങ് വീഡിയോ ചെയ്തു. അവര് വിളിച്ചു, വേറൊരു ഏജൻസിയാണ്. അവർക്ക് ആ ബിസിനസ് അറിയില്ല അങ്ങനെ ചെയ്യാന്, അതുകൊണ്ട് ഒന്നും അറിയില്ല. അപ്പൊ ഇതേപോലെ ഒരു ഏജൻസി അവരോട് വർക്ക് ഏറ്റെടുത്തപ്പോഴാണ് ഇങ്ങനെ ചെയ്യാൻ നോട്ട് നമ്മുടെ തൊന്നത് ചെയ്തു വന്നു. ഭയങ്കര റിസൾട്ട്. കാരണം ഓൺലൈൻ ഒരുപാട് പേര് ഓർഡർ ചെയ്തു. അപ്പൊ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞിരുന്നു, അവരിത് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞു, നമുക്ക് ഈ കാപ്പിപ്പൊടി മാത്രം കൊടുത്തിട്ട് കാര്യമല്ല. നമുക്ക് എന്തെന്ന് വെച്ചാൽ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നത് ചെറിയൊരു ഹാൻഡി ആയിട്ടുള്ള ഒരു പോർട്ടബിൾ മെഷീൻ ഉണ്ട്. മെഷീനുള്ള ചെറിയ സ്റ്റീൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഇതിട്ട് അതിൽ പിന്നെ പൊടി ഇട്ട് വെള്ളം വെച്ചത് ചെറുതാ. അതും കൊടുക്കുമ്പോൾ ആളുകൾ യൂസ് ചെയ്യുള്ളൂ, അങ്ങനെ എല്ലാവർക്കും ഉള്ളൂ. അപ്പൊ അത് ആഡ് ചെയ്ത് നമ്മളൊരു ഐഡിയക്ക് അവരത് ചെയ്തു. ഭയങ്കര സക്സസ് ആയി. പറഞ്ഞാൽ അവരപ്പോ ഡെയിലി ഇന്നിപ്പോ 100 ഓർഡർ പോയി, ഇന്ന് പോയി. അപ്പൊ അങ്ങനെ നമ്മൾ കുറെ പഠിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണ് ഇതിനെ പ്രസന്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനെ പ്ലേസ് ചെയ്യേണ്ടത്, എങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്കപ്പോഴുള്ളൂ. ഇപ്പൊ ഞാൻ ശ്രമിക്കുന്നത് എൻ്റെ കോണ്ടന്റ് ഉണ്ടാക്കുമ്പോഴും ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഞാൻ ശ്രമിക്കാറ് ആ വീഡിയോക്ക് മാക്സിമം വ്യൂ കിട്ടുക എന്നുള്ളതല്ല. ഈ വീഡിയോ ഇപ്പൊ 10 ലക്ഷം ആളുകൾ കാണുന്നേക്കാൾ കൂടുതൽ 1000 ആൾ കണ്ടു കഴിഞ്ഞാലും കൺവേർഷൻ നടക്കും. അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പൊ എപ്പോഴും ഞാൻ അവരുടെ ബ്രാൻഡ് എന്താ, ആരെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ആളുകളിലോട്ട് എത്തിക്കണം എന്നുള്ള രീതിയിലുള്ള കോണ്ടന്റ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കാറ്. അതിലാണ് രസം, അതിൽ ഹരമുള്ളൂ. അല്ലാണ്ട് നമ്മൾ എല്ലായിടത്തും പോയി ഇത് നല്ല അടിപൊളിയാണ്, ഇവിടെ പോയി നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കണം, ഇങ്ങനത്തെ രീതിയിലുള്ള കോണ്ടന്റ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല. ഇത് നിങ്ങളിപ്പോ ചെയ്തപ്പോ ഈ ഫിൽറ്റർ കോഫി അതൊരു യുണീക്ക് കോണ്ടന്റും ആണ്. യുണീക്ക് പ്രൊഡക്റ്റ്, യുണീക്ക് കോണ്ടന്റ്, ഇറ്റ് വർക്ക്സ്. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ആഗ്രഹമുണ്ടോ? ഞങ്ങളൊരു പെയ്ഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള എക്സ്പേർട്സും ഉണ്ട്. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യാം. അപ്പം കഴിഞ്ഞ 1 മണിക്കൂറിൽ നമ്മൾ കുറേ ഫുഡ് ബിസിനസ്സിനെ കുറിച്ച് പഠിച്ചു. എങ്ങനെ നമുക്ക് ഡിജിറ്റലും ഓൺലൈനും കണ്ടന്റ് ക്രിയേഷനും ഒക്കെ വെച്ചിട്ട് എങ്ങനെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഒരു ഫുഡ് ബിസിനസ് ചെയ്യാൻ നമ്മൾ കണ്ടു. ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ കിട്ടി, ഇൻസൈറ്റ്സ് ഒക്കെ കിട്ടി നിങ്ങൾ വിചാരിക്കുന്നു. സോ ഇവിടെ വന്ന സാബുവിന് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നു. ഫുൾവൻ്റെ വകയാണ് ഗിഫ്റ്റ്. ഹൽവയാണ്, കോഴിക്കോട് ഹൽവ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. സോ അണ്ടിൽ വി മീറ്റ് അഗെയിൻ, ബൈ.